നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഇന്ന് ഞാൻ ചെയ്യുന്ന കഥ ഏറ്റവും ചുരുങ്ങിയത് ഈ കഥയിലെ നായകൻ എങ്കിലും ഞാനിങ്ങനെ ഒരു സ്റ്റോർ ചെയ്യുമെന്ന് വിചാരിക്കില്ല. കാരണം ഞങ്ങൾ തമ്മിൽ മാനസികമായി ഒന്നകർന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഞാനിന്ന് ചെയ്യുന്നത്. നടനും നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ 5 വർഷക്കാലം സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായിരുന്ന സകലകലാവല്ലഭനായ പി ശ്രീകുമാർ എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ശ്രീകുമാരേട്ടനെക്കുറിച്ചാണ് ഞാനിന്ന് ചെയ്യുന്നത്. അദ്ദേഹം അടുത്ത കാലത്ത് എന്തോ അസുഖബാധിതനായി ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്. പോയി കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പോയില്ല. കാരണം പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് പോയില്ല. കാരണം രണ്ടുപേരും ഒരേ നാളുകാരല്ല എങ്കിൽ പോലും സ്വഭാവം ഏറെക്കുറെ രണ്ടുപേരുടെയും ഒരുപോലെയാണ്. വെറുതെ അദ്ദേഹം വീട്ടിൽ കയറി ചെന്നാൽ എന്തെങ്കിലും പറയും, ഞാനൊട്ട് കേട്ടിരിക്കില്ല, മറുപടി പറയും. അതുകൊണ്ടൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പോയില്ല. എന്നോട് പലരും പറഞ്ഞു, ദിനേശ് ഒന്ന് പോയി കാണുക, ഒരു ഓപ്പറേഷനായി കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനല്ലേ. ഞാൻ പോയി കണ്ട അദ്ദേഹത്തിന് ഇനി BP കൂടണ്ട, അതുകൊണ്ട് ഞാൻ പോയില്ല. ശ്രീകുമാരൻ ചേട്ടനും ഞാനുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു, ഒരു അനുജൻ ജ്യേഷ്ഠ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ആരോട് വഴക്കടിക്കാനും എനിക്കൊരു പ്രശ്നമില്ല. കാരണം അത്രയും സത്യസന്ധനായ നട്ടലുറപ്പുള്ള ഒരു മനുഷ്യനാണ് പി ശ്രീകുമാർ. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ നാട്ടിൽ ശാന്തിവിളയ്ക്കടുത്ത് വെള്ളായണി ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ KPSCയുടെ പ്രശസ്തമായ കയ്യും തലയും പുറത്തിടരുത് എന്നുള്ള നാടകം സിനിമയാക്കുമ്പോഴാണ്. അദ്ദേഹം ആദ്യമായിട്ട് സംവിധായകനാകുമ്പോഴാണ് ഞാൻ കണ്ടത്. ഞാനൊരു പത്രപ്രവർത്തകനായി സെറ്റ് കവർ ചെയ്യാൻ പോവുകയും അവിടെ വെച്ചാണ് ദേവനെയും പരിചയപ്പെടുന്നത്. ദേവൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ അവിടെ വെച്ചാണ് എടുത്തത്. എന്നെ അന്ന് പി ശ്രീകുമാറിനെ പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ നാട്ടിൽ നൈസിലി അപ്പുകുട്ടൻ എന്ന് വിളിക്കുന്ന ഒരു വിചിത്ര കഥാപാത്രമുണ്ട്. കരുണാകരനെതിരെയൊക്കെ നിയമസഭയിൽ മത്സരിച്ച നൈസിലിയാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അന്ന് തുടങ്ങിയ ബന്ധമാണ്. പക്ഷേ ഞങ്ങൾ കുറച്ച് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വിഷ്ണു സംവിധാനം ചെയ്യുന്നവരെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയോ വെച്ച്, ഏതോ ഒരു വഴിത്തിരിവിൽ വെച്ച് ജ്യേഷ്ഠാനുജ ബന്ധമുണ്ടായവരാണ്. എനിക്ക് ജീവിതത്തിൽ ശ്രീകുമാരേട്ടനെ മറക്കാൻ കഴിയില്ല. കാരണം എൻ്റെ അനുജൻ ആത്മഹത്യ ചെയ്തപ്പോഴായാലും ശരി, എൻ്റെ അമ്മ മരിച്ചപ്പോഴായാലും ശരി, വിവരം അറിഞ്ഞ് ആദ്യം ഓടിയെത്തിയ സിനിമാക്കാരനാണ്. ഓടിയെത്തുമെന്ന് വിചാരിച്ച ഒരുത്തരം വന്നില്ല. അനുജൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ കല്ലൂർ അവൻ്റെ വീട്ടിലിരിക്കുമ്പോൾ സകലതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം 2.5 വയസ്സ് അവനും എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചതല്ലേ. അവൻ 54-ാമത്തെ വയസ്സിൽ തൂങ്ങി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് അവന് തൂങ്ങി മരിക്കാൻ കണ്ട കാരണം. സർക്കാർ ഉദ്യോഗം ഉണ്ടായിരുന്ന KSRTCയിലെ ഉദ്യോഗസ്ഥനായിട്ട് പോലും മദ്യത്തിന് അടിമപ്പെട്ട് അവൻ ആത്മഹത്യ ചെയ്തു. പക്ഷേ ആത്മഹത്യ ചെയ്യുമ്പോഴേക്കും കുടുംബം ഒരുവിധം രക്ഷപ്പെട്ടു. കാരണം മകളെ ഒരു LCT ബോർഡ് ഉദ്യോഗസ്ഥൻ്റെ അയച്ചു. ഇപ്പോൾ അവൻ മരിച്ച ജോലി മകന് കിട്ടി. അവർ കുടുംബമൊക്കെ സേഫാണ്. പക്ഷേ 2.5 വയസ്സ് 3.5 വയസ്സുള്ള എടാ ചേട്ടാ എന്ന് വിളിക്കുന്ന അനുജൻ ആത്മഹത്യ ചെയ്ത് തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവനെ പോലീസ് വന്ന് മഹസറൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകുമ്പോഴും എന്നെ അവസാനമായി കാണാൻ വിളിച്ച് എനിക്ക് കാണണ്ട. പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അടക്കുന്നതിന് മുമ്പായിട്ട് ശ്രീകുമാരേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു, എടാ അവസാനമായിട്ട് അനിയനെ പോയി കാണണ്ട. ഞാൻ പറഞ്ഞു, എനിക്ക് കാണണ്ട, എൻ്റെ മനസ്സിൽ അവനുണ്ട്, അത് മതി. ഞാൻ പറയാൻ വന്ന അതല്ല. എൻ്റെ അനുജൻ ആത്മഹത്യ ചെയ്തപ്പോഴായാലും ശരി, എൻ്റെ അമ്മ മരിച്ചപ്പോഴായാലും ശരി, ഓടിയെത്തി എന്നുള്ളത് മാത്രമല്ല. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിലിരുന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത ശാസ്തമംഗലത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന കമലിനെയും ചെയർമാൻ്റെ എർത്തായി നടക്കുന്ന സിബി മലയിലിനെയും വിളിച്ച് നമ്മുടെ ദിനേശിൻ്റെ അമ്മ മരിച്ചു കേട്ടോ, ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഒരു ഫോൺ ചെയ്യുകയോ ചെയ്തില്ല. കാരണം സിബി മലയിൽ ഒരു സംഘടനാ നേതാവായതിൽ മോശമില്ലാത്ത പങ്ക് വഹിച്ച ഒരാളാണ് ഞാൻ. പോട്ടെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് പോലും ഒരു ഫോണിൽ കൂടെ പോലും വിളിക്കാനുള്ള മനസ്സ് കാണിച്ചില്ല. ഇയാളൊക്കെ ഇങ്ങനെ കലാകാരൻ്റെ പട്ടികയിൽ വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോട്ടെ, ഞാൻ പറയാൻ വന്നത്, ഈ 2 മരണം നടക്കുമ്പോൾ എൻ്റെ ബന്ധുക്കൾ പോലും ദിനേശ കയ്യിൽ കാശുണ്ടോ അല്ലെങ്കിൽ എന്നാ ഇത് വെച്ചോ എന്ന് പറയാത്തിടത്ത് എത്ര രൂപ വെച്ചു എന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ പോക്കറ്റിനകത്ത് അനിയൻ മരിച്ചപ്പോഴായാലും ശരി, അമ്മ മരിച്ചപ്പോഴായാലും ശരി, പോക്കറ്റിലൊരു തുക വെച്ചിട്ട് ഇരിക്കട്ടാ. ഞാൻ പറഞ്ഞു, ചേട്ടാ വേണ്ട 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 എന്ന് പറഞ്ഞു. ഞാനാണ് തരുന്നത്, ഒരു അന്യനല്ല തരുന്നത്. 10-16 ദിവസം ഇനി ചിലവില്ല, ഇരിക്കട്ടെ. ആ പൈസ എവിടെയോ എടുത്ത് എന്തിനൊക്കെയോ ചിലവാക്കി. എത്രയെന്ന് പോലും ഞാൻ എണ്ണി പോലും നോക്കിയില്ല. കാരണം എൻ്റെ ഒരു ചേട്ടൻ തന്നതല്ലേ.
അത്രയും ബന്ധമുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായി ഷിവുമാരേട്ടൻ വരുമ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. അതിലെ ഡയറക്ടർ ബോർഡിൽ ഒരാളായി എന്നെ തിരഞ്ഞെടുത്തപ്പോൾ അതിനേക്കാൾ സന്തോഷിച്ചു. ഓരോ ബോർഡ് മീറ്റിങ്ങിന് മുമ്പും ചേട്ടൻ ചേട്ടനത് ബ്രീഫ് ചെയ്തിട്ടുണ്ട്, പറയടാ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്, അവിടെ കയറി അടിച്ച് നിന്നോളണം. നമ്മളുടെ പറയണ്ടല്ലോ, നമ്മൾ അടിച്ച് കയറി നിൽക്കുമല്ലോ. പക്ഷേ ചേട്ടൻ്റെ ഔദാര്യത്തിൽ ഡയറക്ടർ ബോർഡിൽ വന്ന ഒരല്പ തീവ്ര കമ്മ്യൂണിസമൊക്കെ ഉള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിക്കുന്നു, ദിനേശേ ഞാനും വേറൊരു ജില്ലയിലുള്ള ഒരാളും ഞങ്ങൾ രണ്ടുപേരും രാജിവെക്കുകയാണ് കേട്ടോ സാംസ്കാരിക ക്ഷേമനിധി. ഞങ്ങൾക്ക് എന്ത് ഷിവുമാരണ്ണൻ്റെ ഏകാധിപത്യ പ്രവണതകളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അയാൾക്ക് തോന്നുമ്പോൾ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടുക, അയാൾക്ക് തോന്നുന്ന അജണ്ടകൾ പാസ്സാക്കുക, അതിനൊന്നും എന്നെ കിട്ടില്ല ദിനേശ്. എൻ്റെ കൂടെ ഒരാൾ കൂടെ ഞങ്ങൾ രണ്ടുപേരും രാജിവെക്കും. ഞാൻ പറഞ്ഞു വയ്ക്കരുത്, കാരണം നിങ്ങളെ ശുപാർശ ചെയ്തത് ഷിവുമാരേട്ടനാണ്. അതുപോലെ തന്നെ പിണറായി സർക്കാരിൻ്റെ AK ബാലൻ്റെ കീഴിൽ നിങ്ങൾ ഡയറക്ടർ ബോർഡിൽ ഇരുന്നിട്ട് രാജിവെച്ചാൽ പിറ്റേ ദിവസം മനോരമ അടക്കമുള്ളവർ പിണറായിക്കെതിരെ രാജി മുഴങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തയുണ്ടാകും. ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് നേരം ബ്രെയിൻ വാഷ് ചെയ്തു. ഇതിനിടയിൽ എപ്പോഴും എൻ്റെ സമയം മോശം കൊണ്ട് ഷിവുമാരേട്ടൻ എന്നെ വിളിച്ചു, ഫോണെങ്കിൽ എടുത്തു. ഷിവുമാരേട്ടൻ എന്ത് ചെയ്തു, സിന്ധുവിനെ വിളിച്ചു. സിന്ധു പറഞ്ഞു, അണ്ണാ രാവിലെ മുതൽ ഒരാളുമായിട്ടും ഭയങ്കര ക്ലാസ് എടുക്കൽ നടക്കുന്നു, സാംസ്കാരിക ക്ഷേമ നിങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് പറഞ്ഞു. അവൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ എന്നെ ഒന്ന് കാണാൻ പറ. ഫോൺ കിട്ടിയപ്പോൾ സിന്ധു പറഞ്ഞു ഷിവുമാരേട്ടനെ അത്യാവശ്യമായിട്ട് ഓഫീസിൽ ചെന്ന് കാണാൻ പറഞ്ഞു. ഞാൻ നമുക്ക് നേരെ പോയിട്ട് നേരെ ഓടി ഓഫീസിൽ ചെന്നു. വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. കേട്ടോ ഡേയ് എന്തിടേ രാവിലെ നീ അവിടെ ആരുടെ ഫോണിലൊക്കെ ഭയങ്കര പ്രശ്നമൊന്നുണ്ട് നമ്മളെ സ്ഥാപനത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞ അണ്ണൻ കുറച്ചുകൂടി ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം, നമ്മൾ ചൈനയിലല്ലല്ലോ ജീവിക്കുന്നത്. എന്ത് പറ്റി? ഞാൻ പറഞ്ഞല്ല, നമ്മുടെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ ഡയറക്ടറായിരിക്കുന്ന ഞാനടക്കമുള്ളവരോട് ഒരു കാര്യവും ചർച്ച ചെയ്യാതെ ഒരു ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത്. അതുപോലെ മാസത്തിലൊരു തവണ ഡയറക്ടർ ബോർഡ് യോഗം വിളിക്കേണ്ട, പക്ഷേ 3 മാസം ഒരിക്കലും വിളിക്കണ്ടേ? അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ത് സാധ്യത? ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നമ്മുടെ ബോർഡിൽ നിന്ന് 2 പേര് രാജിവെക്കുമോ? ഞാനോ അതാര്? അത് ഞാൻ പറയില്ല. അപ്പോൾ പുള്ളി ഡയറക്ടർ ബോർഡിലുള്ള ഓരോരുത്തരായിട്ട് എടുത്തു. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് രവീന്ദ്രൻ, എനിക്ക് ഓണത്തിന് മുണ്ടും ഷർട്ടും ഒക്കെ അയച്ചു തരുന്ന എൻ്റെ അനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്നു, അയാൾ രാജിവെക്കില്ല. ഞാൻ ആയിക്കോട്ടെ. പത്തനാംതിട്ട രാജേഷ് രാജിവെക്കില്ല, അയാൾ എന്നെ കൊണ്ട് ഒരുപാട് ശുപാർശകളും അതും ഇതുമൊക്കെ ചെയ്യിക്കുന്ന ആളാണ്, അയാൾ രാജിവെക്കില്ല. ജാസി ഗിഫ്റ്റ് ബാംഗ്ലൂരിലാണ്, വരാൻ പോലും കഴിയില്ല എന്ന് എന്നെ വിളിച്ച് പറയുന്ന ആളാണ്, അയാൾ രാജിവെക്കില്ല. ഇങ്ങനെ ഓരോ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ പറ്റി പറഞ്ഞു അവസാനം പുള്ളി ഒരു ഡയലോഗ് അടിച്ചു, നിനക്ക് ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടന്നാൽ ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഒരു ഊണും 1500 രൂപ ടീയും കിട്ടുന്നതിന് വേണ്ടി നീ ഇങ്ങനെ കള്ളം പറയാൻ പാടില്ലായിരുന്നു എന്നോട്. സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്കിൽ വെടിവെച്ചതുപോലെ എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എവിടെയെങ്കിലും ഊണ് തേടി നടക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് വേണ്ടി നടക്കുന്ന ആളാണോ? ഒരു മടിയും ഇല്ലാതെ പുള്ളി പറഞ്ഞു, ഒരു നേരത്തെ ഊണും 1500 രൂപയ്ക്കും വേണ്ടി നീ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റോറിയാണ് ഇത് എന്നോട് വേണ്ടായിരുന്നു. നീ ചോദിച്ചാൽ മതിയല്ലോ, നിനക്ക് ഞാൻ പൈസ തരില്ല എന്നിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ചോദിക്കാതെ എൻ്റെ അനുജൻ മരിച്ചപ്പോഴും എൻ്റെ അമ്മ മരിച്ചപ്പോഴും എൻ്റെ പോക്കറ്റിൽ കാശിട്ട മനുഷ്യൻ പറയുകയാണ്. ഞാൻ ചിരിച്ചോണ്ട് തർക്കിക്കാനേ പോയില്ല. പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്തവരുടെ ഞാൻ തർക്കിക്കാറില്ലല്ലോ. ഞാൻ ചിരിച്ചോണ്ട് എണീറ്റ്, ശരി കേട്ടോ. അതിനുശേഷം സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് ഞാൻ പോയിട്ടില്ല. അപ്പോൾ 3 തവണ ചെന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെമ്പർഷിപ്പ് ക്യാൻസലാവും. ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തു, രാജിവെക്കില്ല, ഞാൻ പുറത്തായിക്കോട്ടെ. പക്ഷേ അടുത്ത 2 വർഷവും ഞാനില്ലാതെ തന്നെ ബോർഡ് മീറ്റിംഗ് നടക്കുകയും എന്നെ പുറത്താക്കുകയുമില്ല, ഞാൻ രാജിവെച്ചതുമില്ല. അതിനുശേഷം ഞാൻ ഷിവുമാരേട്ടനെ കണ്ടിട്ടേ ഇല്ല. വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന് എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഉദ്ഘാടനത്തിന് ഞാനുണ്ടാവുമെന്ന്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ നമസ്കാരം ചേട്ടാ എന്ന് പറഞ്ഞു. എന്നാക്കി പെട്ടെന്ന് തന്നെ പുള്ളി എനിക്ക് വേറെ എവിടെ കല്യാണത്തിന് എന്തോ പോകണമെന്നൊക്കെ സംഘാടകരോട് പറഞ്ഞു പൊക്കളഞ്ഞു. ഞാൻ ചെന്നതുകൊണ്ടാണ്. ഷിവുമാരേട്ടൻ എന്താണെന്ന് ചോദിച്ചാൽ ജീവിത അനുഭവങ്ങൾ, വളരെ സീരിയസായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു ഹതഭാഗ്യനാണ്. അതുപോലെ സിനിമയ്ക്ക് വേണ്ടി ജീവിതം നശിപ്പിച്ച ഒരു ഹതഭാഗ്യനാണ്. അതിൽ നിന്നൊക്കെ ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആരെയും അംഗീകരിക്കില്ല, എന്തും പറയും. ഇപ്പം ചോദിക്കുന്നു നിങ്ങൾ പറയില്ലെന്ന്, ഞാൻ എന്തും പറയും, പക്ഷേ പറയേണ്ടവരെ പറയും. തെറ്റ് ചെയ്യാത്ത ഒരാളെയും ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്യുന്നവരെ
നമ്മൾ പറയും. എന്തായാലും ഞാനിപ്പോൾ പറയാമല്ലേ, തുറന്ന് പറയാം. ഞാനിപ്പോൾ ശ്രീകുമാരേട്ടനെ കുറിച്ച് ഇന്ന് സ്റ്റോർ ചെയ്യാൻ കാര്യം, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമല്ലോ, ഞാൻ ഈ പുസ്തകപ്രേമിയാണ്. പാളയത്തും കിഴക്കക്കോട്ടയും പഴയ പുസ്തകം വിൽക്കുന്നിടത്ത് സ്ഥിരമായി പോകുന്ന ആളാണ്. തിരുവനന്തപുരത്തുണ്ടെങ്കിൽ 1-2 ദിവസമെങ്കിലും അവിടെ പോയിരിക്കും. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഞാൻ പോയപ്പോൾ ശ്രീകുമാരേട്ടൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ചിതറിയ ഓർമ്മകൾ. എൻ്റെ സുഹൃത്തായ ഷംസ് എന്ന് പറഞ്ഞ ദേശാഭിമാനിയിലുള്ള ഷംസാണ് നടത്തുന്ന എന്താ പറയുക, ഗ്രീൻ പേപ്പർ പബ്ലിക്ക എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണശാല ഇറക്കിയതാണ് ഈ പുസ്തകം, ചിതറിയ ഓർമ്മകൾ. 170 രൂപ വിലയാണ്. ഞാൻ ഈ പഴയ പുസ്തകങ്ങൾ തിരയുമ്പോൾ അവിടെ ഈ പുസ്തകം ഇരിക്കുന്നു, ശ്രീകുമാരേട്ടൻ്റെ വലിയ മുഖമൊക്കെ ആയിട്ട്. ഞാൻ കവർ കാണിക്കാം. ഞാൻ ഒന്നാമത്തെ പേജ് തുറന്നപ്പോൾ ശരിക്കും പറഞ്ഞ് ഞാൻ അറിയാതെ ചിരിച്ചു പോയി. കാരണം നല്ല വടിവത്ത അക്ഷരമാണ് ശ്രീകുമാരേട്ടൻ്റെ. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, സ്നേഹത്തോടെയും ആദരവോടും രത്നമ്മ കുഞ്ഞമ്മയ്ക്ക് പി ശ്രീകുമാർ 7/1/2016 എന്ന് എഴുതി ഒപ്പിട്ടേക്കുന്നു. അതായത് 2016 ജനുവരി 7-ാം തീയതി അദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്മ, അമ്മയുടെ അനുജത്തിയായ രത്നമ്മ കുഞ്ഞമ്മയ്ക്ക് സ്നേഹപൂർവ്വം കൊടുത്ത പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പണ്ടടങ്ങി ഈ പുസ്തകമൊക്കെ ചവറൊക്കെ ഇവിടെ എന്തിനെന്ന് പറഞ്ഞ് തൂക്കി ആക്രക്കി കൊടുത്തെന്ന് തോന്നുന്നു. അത് പാളയത്ത് വിൽക്കുന്നിടത്ത് വന്നിരുന്നു, ഞാൻ വാങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ശ്രീകുമാരേട്ടനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണം. അദ്ദേഹം ഇനി എത്ര ശത്രുവായിട്ട് എന്നെ പ്രഖ്യാപിച്ചാലും ഒരു കഥ കൂടെ വേണമെങ്കിൽ പറയാം. ഒരു ദിവസം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ ചലച്ചിത്ര അക്കാദമിയുടെ ബോർഡ് വെച്ച ശ്രീകുമാരേട്ടൻ്റെ കാർ വന്ന് ഭയങ്കര സ്പീഡിൽ നിൽക്കുന്നു. സിന്ധു പോയി നോക്കിയിട്ട് പറഞ്ഞു, ശ്രീകുമാരേട്ടൻ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ അദ്ദേഹം കയറി വരാത്തെ? അല്ല, വരുന്നില്ല, അണ്ണനെ വിളിക്കുന്നു. ഞാൻ നേരെ കാറിനടുത്തേക്ക് ചെന്നപ്പോൾ ഈ കോപം, ഒന്നാം നല്ല വെളുത്ത ശരീരമില്ല, കോപം കൊണ്ട് ചുവന്ന് തുടുത്തിരിക്കുക പുള്ളി. ഞാൻ ചെന്നോടെ എൻ്റെ പറഞ്ഞു, എടാ മറ്റവളെ ഞാൻ അരിയും. ഞങ്ങട്ട് ആരെ? നിനക്ക് അറിഞ്ഞൂടെ അവളെ? അപ്പോൾ പറയുന്നത് എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്ന ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കുറിച്ചാണ്. അവളെ ഞാൻ അരിഞ്ഞു കളയും എന്നൊക്കെ പറഞ്ഞു പുള്ളി കാറിയിരുന്ന് വിറയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ സമാധാനത്തോടെ കാര്യം പറ, എന്ത് കാര്യം? എടാ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അമ്പിളി ക്യാൻസർ സെൻറ്ററിൽ കിടക്കല്ലേ, അവനോ അവൾക്ക് മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ചലച്ചിത്ര അക്കാദമി ചെന്ന് 25,000 രൂപ വാങ്ങിച്ചു. എന്നിട്ട് അവൾ നേരെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു 25,000 രൂപയ്ക്ക്. ഞാൻ കൊടുത്തില്ല. അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ പോയി AK ബാലനെ കണ്ടിരിക്കുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ എന്നെ വിളിച്ചിട്ട് കേൾക്കുകയാണ്, ശ്രീകുമാറേ, നമ്മൾ ഈ സ്ഥാപനം തുറന്നു വെച്ചിരിക്കുന്നത് കലാകാരന്മാരെ സഹായിക്കാനല്ലേ? നിങ്ങളുടെ ആ മഹതി വന്ന് ചോദിച്ചപ്പോൾ എന്താ 25,000 രൂപ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ കൊടുക്കില്ല, അങ്ങനെ കൊടുക്കാൻ പ്രൊഫഷൻ ഇല്ല. അത് ഞാൻ പ്രൊഫഷനൊന്നും നോക്കണ്ട ശ്രീകുമാറേ, ഒരു 25,000 രൂപ കൊടുക്കൂ. എന്നിട്ട് അമ്പിളി ഭേദമായി പുറത്തു വരുമ്പോൾ അവരെന്തായാലും മെഡിക്കൽ ബില്ല് കൊണ്ടൊന്നും നിങ്ങൾക്ക് തരില്ലേ? അത് എത്ര 1000 രൂപ ആവട്ടെ കൊണ്ട് തരുമ്പോൾ അതിൽ നിന്ന് 25,000 രൂപ കുറച്ചുള്ളൂ. അങ്ങനെ മന്ത്രി സജസ്റ്റ് ചെയ്തത് ശ്രീകുമാരേട്ടന് സഹിച്ചില്ല. കാരണം ഈ സ്ത്രീ പോയി നുണ പറഞ്ഞു എന്നാണ് പുള്ളിയുടെ പക്ഷം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നുമില്ലെങ്കിലും നമ്മുടെ കൂടെ വർഷങ്ങളോളം പരിചയമുള്ള അമ്പിളി ക്യാൻസർ ബാധിതയായി കിടക്കുമ്പോൾ അവൾക്ക് മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു 50,000 രൂപ മറിക്കാനായി വന്ന് ചോദിച്ച ഒരു മനസ്സില്ലേ ചേട്ടാ അവൾക്ക്, ഈ വന്ന സ്ത്രീക്ക്? അത് കൊടുക്കണമായിരുന്നു. എന്തിനു പറഞ്ഞു, ഞാനുമായിട്ട് മുട്ടം പോര്. അവസാനം ഞാൻ ഒരു ആപ്പ് വെച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യട്ടാ, അവൾ വരുമ്പോൾ നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ വരാം. ചേട്ടാ 25,000 രൂപ ചെക്ക് എൻ്റെ ഇത്താ. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ കൊണ്ടുവന്ന് അമ്പിളിയുടെ മകളെ കയ്യിൽ ഏൽപ്പിക്കാം. നീ കൊണ്ടു കൊടുക്കുമോ? ഞാൻ കൊണ്ടു കൊടുക്കാം. അങ്ങോട്ട് ഓഫീസിലിട്ടോ. എന്നിട്ട് കാറെടുത്തങ്ങ് പോയി. ഇതാണ് ശ്രീകുമാരേട്ടൻ. ഞാൻ നേരെ ഡ്രസ്സൊക്കെ ഇട്ട് സാംസ്കാരിക ക്ഷേമ ബോർഡിൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ സെക്രട്ടറി വന്ന് ഇരിപ്പുണ്ട്, മായ IPS IFS. അവരുടെ മുന്നിൽ വെച്ച് അവർ ചെക്ക് ഒപ്പിടാൻ വന്നതാണ്. ആ ഒരു സ്ത്രീ ഇരിക്കുകയാണെന്ന് പോലും നോക്കാതെ വീണ്ടും ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കുറിച്ച് കുറേ തേറി. എന്നിട്ട് അവൾക്ക് എന്നെ അറിഞ്ഞിടാത്തതുകൊണ്ടാണ്, മറ്റാണ് മറിച്ചാണ്. ഞാൻ മറിച്ചാണ്. എന്തിനാണ് ചേട്ടാ, എന്തിന്? അവരൊരു നല്ല കാര്യം ചെയ്തതല്ലേ ചേട്ടാ, ചെക്കിങ്. ഞാൻ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ കാർ പോലും ചോദിച്ചില്ല. എൻ്റെ കാറിൽ ഈ ചെക്കും കൊണ്ട് RCC ചെന്ന് ഞാൻ അവിടെ കൊടുത്തു, അമ്പിളിയുടെ മകളിൽ കൊടുത്തു. അപ്പോൾ ഞാൻ കരുതിയത് അതോടുകൂടി ഈ പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റുമായിട്ട് ഇനി ജീവിതത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു മുഖത്ത് നോക്കില്ല എന്നുള്ളൊരു അത്രയും സഭ്യമല്ലാത്ത ഭാഷയിലാണ് ഒരു IFSകാരി ഇരിക്കുകയാണെന്ന് പോലും നോക്കാതെ തെറി പറഞ്ഞത്. ഒരു 3, 4, 5 മാസം കഴിഞ്ഞപ്പോൾ അറിയുന്നു ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകാരിയുടെ മകൻ്റെ കല്യാണത്തിന് മുഖ്യ കാരണവരായിട്ട് ശ്രീകുമാരേട്ടൻ നിൽക്കുന്നു. എന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരാൾ വിളിച്ച് പറഞ്ഞു,
ഇന്നലെ വരെ തെറി പറഞ്ഞ ശ്രീകുമാർ അയാളുടെ വീട്ടിൽ ചെന്ന് ചിലപ്പോൾ ചേട്ടാ എല്ലാം പൊറുക്കണം, ചേട്ടൻ കല്യാണത്തിന് വന്ന് എൻ്റെ മകൻ്റെ കല്യാണം അനുഗ്രഹിക്കണം എന്നതോ പറഞ്ഞാണ്. അത് മതി ശിവകുമാരേട്ടൻ. നേരെ കല്യാണം കൊണ്ടൊത്തി ചെന്ന് കാരണവരായിട്ട് നിൽക്കുന്നു. അതാണ് ശിവകുമാരേട്ടൻ. പക്ഷേ ഞാനും വാശിയുള്ള ആളായതുകൊണ്ട് ഞാൻ ശിവകുമാരേട്ടനെ പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ കേസും വഴക്കുമൊക്കെ ആയിട്ട് നടക്കുന്നതൊക്കെ പുള്ളിക്ക് അറിയാം. കാരണം ഇപ്പോൾ പുള്ളിയുടെ ശത്രു ഞാനും മറ്റേ ഡബ്ബിങ് ആർട്ടിസ്റ്റ് സ്ത്രീ അദ്ദേഹത്തിൻ്റെ VIP ലിസ്റ്റിലുമാണല്ലോ. അതെങ്ങനെ പോട്ടെ, എന്തായാലും ഈ പുസ്തകം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ശിവകുമാരേട്ടനെ പോലുള്ളവർ സിനിമയിൽ നിൽക്കണം, ഒരുപാട് കാലം അദ്ദേഹത്തെ പോലുള്ളവർ ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഇനി നിഷേധിക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. 2-3 പ്രാവശ്യം അദ്ദേഹം ഒരു സിനിമയുടെ ഒരു പ്രോജക്റ്റ് കാര്യം സംസാരിക്കാൻ എന്തോ ഉണ്ണികൃഷ്ണനെ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് ഇതുപോലെ തന്നെ ഉണ്ണികൃഷ്ണനെയും വെട്ടി നിരത്തുന്ന ദേഷ്യത്തിലേക്ക് പോയി. അതെ, ഞാൻ പറഞ്ഞു എന്തിന് ശ്രീകുമാരേട്ടനും ഉണ്ണികൃഷ്ണന് എന്താണ് കമ്മിറ്റ്മെൻറ്റ്? ചേട്ടനൊരു എന്താ പറയുക 25-50 കോടി മുടക്കുന്ന ഒരു നിർമ്മാതാവിനെ പിടിച്ചു തരേണ്ട ഒരാവശ്യം ഉണ്ണികൃഷ്ണന് ഇല്ലല്ലോ. അല്ല, അത് അയാൾ പ്രൊഡ്യൂസറെ പിടിച്ചു തരണ്ട, പക്ഷേ ഫോൺ വിളിച്ചാൽ എടുക്കാനുള്ള മര്യാദ കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കുറേ കാലം ഉണ്ണികൃഷ്ണനെയും ശത്രുപക്ഷത്താണ് നിർത്തിയിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം ഉണ്ണിയും എൻ്റെ ശത്രുവല്ലേ, അതുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും ചിതറിയ ഓർമ്മകൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രത്നമ്മ കുഞ്ഞമ്മയ്ക്ക് കൊടുത്ത പുസ്തകം ഞാനൊരു 2 വട്ടം വായിച്ചു. അതിൽ പറയുന്ന എല്ലാ വിഷയങ്ങളും എനിക്കറിയാവുന്നതാണ്, കാരണം ശ്രീകുമാരേട്ടൻ്റെ A to Z എനിക്കറിയാം. ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് നന്ദി. അസുഖബാധിതനായി അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ശ്രീകുമാരേട്ടനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യണമെന്ന് തോന്നിയ ചേതോ വികാരത്തിൽ നിന്നാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്യുന്നത്. ശ്രീകുമാരേട്ടൻ്റെ അച്ഛന് മോനെ ഒരു ഡോക്ടറാക്കണം എന്നായിരുന്നു. പക്ഷെ മകന് ഡോക്ടറും തേങ്ങാക്കൊല്ലൊന്നും വേണ്ട, എനിക്കൊരു കലാകാരനാകണം എന്നായിരുന്നു കുട്ടിക്കാലം മുതലേ ആഗ്രഹം. ഈ 2 ധ്രുവങ്ങളിലെ ചിന്താധാര അങ്ങനെ ആകുമ്പോൾ പ്രശ്നങ്ങൾ വീട്ടിൽ ഉടലെടുക്കും എന്നുള്ളത് സത്യമാണ്. ഒന്നാമത് മൂത്ത മകൻ, 6 മക്കളാണ്, 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. അങ്ങനെ ശിവകുമാരേട്ടൻ വീട്ടിൽ നിന്നും പറയാതെ ഒരു നാടകം റിഹേഴ്സൽ ചെയ്യായിരുന്നു BJT ഹാളിൽ അവതരിപ്പിക്കാനായിട്ട്. അപ്പോൾ നാടകം റിഹേഴ്സൽ നടക്കുമ്പോൾ അന്നത്തെ ശിവകുമാരേട്ടൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത് പിന്നെ സിനിമയിലും സീരിയലിലൊക്കെ വന്ന എന്താ പറയുക കാലടി ഓമനയായിരുന്നു നായിക. അപ്പോൾ ശിവകുമാരേട്ടൻ അന്നത്തെ കാലത്ത് കുരുക്കൂട് തലമുടിയൊക്കെ വെച്ച് നാടക റിഹേഴ്സൽ നടക്കുകയാണ്. അമച്ചർ നാടകമാണല്ലോ. അപ്പോൾ അമച്ചർ നാടകത്തിൽ കൂടെ തുടങ്ങി പ്രൊഫഷണൽ നാടകത്തിലെത്തി, പിന്നെ സീരിയലിലൂടെ സിനിമയിലെത്തിയ ആളാണ് കാലടി ഓമന. കാലടി ഓമന സിനിമയിലെത്തിയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഓമന ചേച്ചി മാറ്റി പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഹരികുമാർ സാറിൻ്റെ കൂടെ എഴുന്നള്ളത്തെന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതിൽ ജയറാമിൻ്റെ അച്ഛൻ വേഷം ചെയ്തിരുന്ന കഥാപാത്രത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു സീനുണ്ട്. 2-3 സീനേ ഉള്ളൂ. അപ്പോൾ ആ കൂട്ടുകാരനും അയാളുടെ ഭാര്യയുടെയും 2 ക്യാരക്ടറുണ്ട്. അതിൽ കൂട്ടുകാരനായിട്ട് അഭിനയിക്കാൻ, ജയറാമിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കാൻ മണക്കാടുള്ളൊരു തമ്പി എന്ന് പറഞ്ഞൊരു തമ്പിച്ചേട്ടമുണ്ട്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കുന്നത്. അദ്ദേഹത്തെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അറിഞ്ഞത് അദ്ദേഹം കാലടിയിൽ ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ നടനെ അന്വേഷിച്ച് ഞാൻ പോയി. ആരുടെ ചോദിച്ചിട്ട് സീരിയൽ എവിടെ നടക്കുന്നു എന്നറിയില്ല. പക്ഷേ ഒരാളെന്നോട് പറഞ്ഞു, ഇവിടെ സീരിയലിലൊക്കെ മുഖം കാണിക്കുന്ന ഒരു നടിയുണ്ട് കേട്ടോ, ഒരു നാടക നടി. ഞാൻ അത് വീട് കാണിച്ചു, ഒരു കൊച്ചു വീട്. ഞാൻ അവിടെ ചെന്ന് അവരെ കണ്ടപ്പോൾ നല്ല ഐശ്വര്യമുള്ള മുഖമൊക്കെ ഉള്ളൊരു സ്ത്രീ. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എവിടെ സീരിയൽ നടക്കുന്നു എന്ന് എനിക്കറിയാം, എനിക്ക് ഈ തമ്പി എന്ന് പറഞ്ഞ ആളിനെ അറിയില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ പറഞ്ഞു എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടു. അവസാനം ഈ തമ്പി എന്ന് പറഞ്ഞ ആളിനെ കിട്ടാതെ പോയപ്പോൾ KPSC സണ്ണിയെ ആ വേഷത്തിന് ഫിക്സ് ചെയ്തു. അടുത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ആരെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇന്ന് ഈ തമ്പി എന്ന് പറഞ്ഞ ആളിനെ അന്വേഷിച്ച് പോയപ്പോഴേ ഒരു സീരിയലിൽ നാടകത്തിലൊക്കെ ഉള്ളൊരു നടിയെ പരിചയപ്പെട്ടു, നല്ല ഐശ്വര്യമുള്ള മുഖമൊക്കെ ഉള്ള. അവർ ഈ അമ്മ വേഷത്തിന് കറക്റ്റായിരിക്കും, എന്നാൽ അവരെ എന്നെ ഒന്നുകൊണ്ട് കാണിക്കുന്നു. ഞാൻ കാലിൽ ചെന്ന് അവരെ വിളിച്ചുകൊണ്ടൊന്ന് സംവിധായകനെ കാണിച്ചു. അങ്ങനെ എഴുന്നള്ളത്തിൽ ജയറാമിൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ KPSC സണ്ണി ചെയ്ത വേഷത്തിൻ്റെ ഭാര്യയായിട്ടാണ് അവരാദ്യമായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ആ പടം ഇടയ്ക്ക് മുടങ്ങിക്കിടന്നു. 2ാമത്തെ പടമായിട്ടാണ് തിയേറ്ററിലെത്തിയത്. ആദ്യം എനിക്ക് തോന്നുന്നു കമലിൻ്റെ ശുഭയാത്രയിലാണെന്ന് തോന്നുന്നു സ്ക്രീനിൽ ആദ്യമായിട്ട് കാലടി ഓമനെ കണ്ടത്. അപ്പോൾ കാലടി ഓമനയും ശ്രീകുമാറുമായിട്ടുള്ള നാടകത്തിൻ്റെ റിഹേഴ്സൽ പൊടിക്കുകയാണ്. കുരുവിക്കൂടൊക്കെ വെച്ച് നായകൻ നായികയോട് പറയുന്ന ഡയലോഗ് എന്താണെന്ന് ചോദിച്ചാൽ, അപ്സര രാജകുമാരിയെ പോലെ നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതും പെട്ടെന്ന് ആരോ പുറകിലൂടെ വന്നു ഈ കുരുവ് കൂട്ടി തന്നെ കയറി പിടിച്ചു, തലയിൽ പിടിച്ചിട്ട് അലറിക്കൊണ്ട് പറഞ്ഞു, നിൻ്റെ ഒരു അപ്സര കന്യക രാജകുമാരി നടക്കങ്ങോട്ട് എന്ന് പറഞ്ഞു.
പെട്ടെന്ന് ഈ കോഴിക്കുഞ്ഞുങ്ങളെ പരുന്ത് റാഞ്ചും പോലെ കുരുവി കൂടി പിടിച്ചത് ആര് എന്ന് പറഞ്ഞ് ശ്രീകുമാരേട്ടൻ നോക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പരമേശ്വരൻ നായരായിരുന്നു. റിഹേഴ്സൽ മുടങ്ങി കുരുവിക്കൂട് തലയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് വെക്കളഞ്ഞ്. പാസ് വെച്ച് നടത്തുന്ന നാടകമാണ് VJT ഹാളിൽ. ഇനി 2-3 ദിവസമേ ഉള്ളൂ. അതിൻ്റെ ഫൈനൽ റിഹേഴ്സൽ നടക്കുന്ന സമയത്താണ് നായകനെ പിടിച്ചോണ്ട് പോയത്. വീട്ടിലെത്തിയ ഉടനെ ശ്രീകുമാരേട്ടൻ്റെ അച്ഛൻ വേറൊന്നും നോക്കിയില്ല, ഒരു കത്രിക എടുത്ത് ഈ കുരുവിക്കൂടിനെ അങ്ങ് വെട്ടിക്കളഞ്ഞു. നീ ഇനി അപ്സര കന്യക അന്വേഷിച്ച് പോകണമെന്ന് ഞാൻ ഒന്ന് കാണട്ടെന്ന് പറഞ്ഞ് നാടകം മുടങ്ങാൻ വേണ്ടി മുടി അങ്ങ് വെട്ടി. ഇനി നാടകത്തിനെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഉഗ്രശബ്ദം പോലെ പറയുകയും ചെയ്തു. ഈ ആടിയ കാലോ പാടിയ വായോ വെറുതെ ഇരിക്കുമോ? സംഘാടകർ ഓടി ശ്രീകുമാരേട്ടൻ്റെ അച്ഛൻ്റെ അടുത്തെത്തി. അവരുടെ അവസ്ഥ പറഞ്ഞു, അവരുടെ നിസ്സഹായത പറഞ്ഞു. സ്ത്രീയെ അഭിനയിക്കാൻ വിടണം, ഇല്ലെങ്കിൽ എല്ലാം പൊളിയും, ഞങ്ങൾ പാസൊക്കെ കൊടുത്ത് കാശൊക്കെ വാങ്ങിപ്പോയി. അപ്പോൾ ഈ 6 മക്കളിൽ അദ്ദേഹത്തിന് ഏറെ പ്രതീക്ഷയുള്ളതാണ് പി ശ്രീകുമാർ അച്ഛന്. തൻ്റെ കാലശേഷവും കുടുംബം നോക്കാൻ നാടകം കളിച്ച് ഇവ നടന്നാൽ അത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ആ ആകുലത കൊണ്ടാണ് പരമേശ്വരൻ നായർ എന്ന് പറയുന്ന ശ്രീകുമാരേട്ടൻ്റെ അച്ഛൻ ഈ കുരുവിക്കൂട് തലമുടിയിൽ പിടിച്ചു വലിച്ച് വീട്ടിൽ കൊണ്ടുപോയി കുരുവിക്കൂട് വെട്ടിക്കളഞ്ഞത്. അല്ലാതെ നാടകത്തിനോടോ കലയോടോ ഒന്നും വാസനയില്ലാത്ത ആളല്ല. ശ്രീകുമാറിനെ കുരുവിക്കൂടില്ലാതെ തന്നെ നാടകം കളിക്കാൻ വിട്ടു. നാടകം വലിയ വിജയമായി. നാടകം കളിച്ചതിൻ്റെ പിറ്റേ ദിവസം കണ്ടപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, ശ്രീകുമാറേ, ആ നാടകത്തിലെ 5ാമത്തെ രംഗത്തിലെ നിൻ്റെ ഡയലോഗ്, അതിൻ്റെ പ്രസൻറ്റേഷൻ അങ്ങനെയല്ല നീ ചെയ്യേണ്ടിയിരുന്നത്, ഇത് സംവിധായകൻ നിനക്ക് പറഞ്ഞു തന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഡയലോഗ് മുഴുവൻ അദ്ദേഹം പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ശരിക്കും സ്വാഭാവികമായിട്ടും പി ശ്രീകുമാർ ഞെട്ടി. കാരണം അച്ഛൻ നാടകം കാണാൻ വരുമെന്ന് ഒരിക്കലും പി ശ്രീകുമാർ പ്രതീക്ഷിച്ചില്ല. അമ്മ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ നിൻ്റെ അച്ഛൻ നാടകം കാണാൻ വരുമെന്ന്. പക്ഷേ ഇത്രയും ശ്രദ്ധയോടെ അച്ഛൻ എൻ്റെ നാടകം കാണുമെന്നും എൻ്റെ ഡയലോഗ് ഡെലിവറിയുടെ കുഴപ്പത്തെക്കുറിച്ച് എന്നെ ക്ലാസ് എടുക്കുമെന്നൊന്നും അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛനോട് ഒരുപാട് ബഹുമാനവും അഭിമാനവും തോന്നി. ഒരു നടനാവാൻ എനിക്ക് കഴിയുമെന്ന് തോന്നി. അച്ഛന് കലാബോധമുണ്ട്, പക്ഷേ കലാരംഗത്തിറങ്ങിയാൽ വീട് മുടിയും എന്നാണ് അദ്ദേഹം പറയാറ്. സിനിമാ നടനാകാൻ വേണ്ടി ആലുവ FACTയിലെ ജോലി ഉപേക്ഷിച്ച് ചെന്നൈക്ക് വണ്ടി കയറിയ മനുഷ്യനാണ് പി ശ്രീകുമാർ. ഹരിഹരൻ, നടൻ വിൻസെൻ്റ്, പാട്ടുകാരൻ ജയചന്ദ്രൻ, സംഗീത സംവിധായകൻ രവീന്ദ്രൻ, IV ശശി, രാഘവൻ, ഭരതൻ, ഇവരെല്ലാം ഒരേ കാലഘട്ടത്തിൽ മദ്രാസിലെത്തി, ഒരേ സമയത്ത് മദ്രാസിലെത്തിയ സുഹൃത്തുക്കളാണ്. അത് എന്താ പറയുക, എന്നും ആ സ്നേഹബന്ധം. ഇപ്പം തന്നെ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ശ്രീകുമാരേട്ടനെ കാണാൻ വേണ്ടി മാത്രം ഹരിഹര സാറ് മദ്രാസിൽ നിന്ന് വന്നിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ GS വിജയനെയൊക്കെ വിളിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നിരുന്നു. കാരണം ഫേസ്ബുക്കിൽ ഫോട്ടോയൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. മദ്രാസിലെത്തിയ പി ശ്രീകുമാർ സിനിമാക്കാരുടെ അന്നത്തെ താവളമായ സോമീസ് ലോഡ്ജിലാണ് മുറിയെടുത്തത്. സോമീസ് ലോഡ്ജിലെ തൊട്ടടുത്ത മുറിയിൽ മലയാളത്തിൻ്റെ മഹാനായ നടൻ സത്യനാണ് താമസിക്കുന്നത്. സർക്കാർ ഉദ്യോഗവും അധ്യാപക ജോലിയും പട്ടാളവും പോലീസും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ സത്യമാഷ് സിനിമയിലെത്തിയത്. സത്യമാഷ് പി ശ്രീകുമാറിൻ്റെ കാര്യങ്ങൾ തിരക്കി. അപ്പോൾ തിരുവനന്തപുരത്തുകാരനാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥനായ അച്ഛൻ്റെ മകനാണെന്നും 6 മക്കളിൽ മൂത്തവനാണെന്നുള്ള എല്ലാ വാർത്തയും കേട്ട ശേഷം സത്യമാഷ് പറഞ്ഞു, എന്തിനാ കുട്ടി സിനിമയിലേക്ക് വന്ന് ജീവിതം പാഴാക്കുന്നത്? തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഇല്ലെങ്കിൽ പറ, ഞാൻ തരാം. പക്ഷേ അതിന് മറുപടി പി ശ്രീകുമാർ പറഞ്ഞില്ല. പിന്നെ പക്ഷേ കാണുമ്പോഴൊന്നും സത്യമാഷ് നീ പോയില്ലേ എന്നാ ഒന്നും ചോദിച്ചില്ല. ഇവൻ സിനിമയിൽ എന്തെങ്കിലും ആയിട്ടേ മടങ്ങുമെന്ന് സത്യമാഷിന് തോന്നിയിരിക്കാം. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സോമീസ് ലോഡ്ജിലെ താമസം അവസാനിപ്പിച്ച് പുതിയൊരു താവളം കണ്ടെത്തി. PN മേനോൻ്റെ സുഹൃത്തായ തിരക്കഥാകാരൻ മുഹമ്മദ് മാനിയുമായിട്ടാണ് മുറിയെടുത്തത്. മുഹമ്മദ് മാനി വഴി PN മേനോൻ്റെ അടുത്തേക്കെത്തി. അവിടെ വച്ച് മേനോൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഭരതനുമായി കമ്പനിയായി. അന്ന് PN മേനോൻ്റെ ശിഷ്യനാണ് ഭരതൻ. ക്രമേണ ഭരതൻ, നടൻ സുധീർ, പി ശ്രീകുമാർ, ഈ ത്രയങ്ങൾ, ഇവർ 3 പേരും ഒന്നിച്ചായി ജീവിതം. സംവിധായകനായി പ്രശസ്തനായപ്പോൾ സുധീറിനെയോ പി ശ്രീകുമാറിനെയോ ഭരതൻ സഹായിച്ചില്ല എന്നുള്ളത് മറ്റൊരു കഥ. വിൻസെൻറ്റിന് വേണ്ടി നടി വൈജയന്തിമാലയുടെ ഒരു പടം ഭരതൻ വരച്ചു നൽകി. വിൻസെൻ്റ് മാഷ് പറഞ്ഞിട്ടാണ് വൈജയന്തിമാലയുടെ ഒരു പടം വരച്ചു കൊടുത്തു. അതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, പ്രതിഫലം എനിക്ക് വേണ്ട, പകരം എനിക്ക് അങ്ങയുടെ ഒരു സിനിമയിൽ കലാസംവിധായകനായി പ്രവർത്തിക്കാനുള്ള അവസരം തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ചോദ്യം വിൻസെൻ്റ് മാഷ് ഏറ്റെടുത്തു.
അദ്ദേഹം സംവിധാനം ചെയ്ത ഗന്ധർവ ക്ഷേത്രം എന്ന് പറഞ്ഞ പടത്തിൽ ഭരതനെ ആദ്യമായി കലാസംവിധായകനാക്കി. ഭരതൻ ഗന്ധർവ ക്ഷേത്രത്തിന് വേണ്ടി മനോഹരമായി വർക്ക് ചെയ്യുകയും ചെയ്തു. അക്കാലത്തെ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള കലാസംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ശങ്കരൻകുട്ടി എന്നുള്ള ആളായിരുന്നു. ശങ്കരൻകുട്ടിച്ചേട്ടൻ മരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഭരതന് ശങ്കരൻകുട്ടിച്ചേട്ടൻ ഏതൊക്കെ പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരുന്നോ ആ പടങ്ങൾ മുഴുവൻ ഭരതേട്ടന് കിട്ടുകയും അങ്ങനെ ഭരതൻ വലിയ തിരക്കുള്ള കലാസംവിധായകനായി മാറി. ഇക്കാലത്ത് വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം പി ശ്രീകുമാർ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ഭരതൻ കാലക്രമത്തിൽ കലാസംവിധാനത്തിൽ നിന്ന് ആരവത്തിലൂടെ സംവിധായകനാവുകയും, ആരവമല്ല, ആദ്യം ചെയ്ത പടം കൊട്ടാരക്കര ശ്രീധരൻ നായരും ലക്ഷ്മി അഭിനയിച്ച പടമാണ്. പെട്ടെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നും പേര് ഓർമ്മ വരുന്നില്ല. ആദ്യം അങ്ങനെ സംവിധായകനായി അദ്ദേഹം. 7 വർഷം കഴിഞ്ഞിട്ട് ശ്രീകുമാർ വീണ്ടും സിനിമയിൽ വീണ്ടും അവസരങ്ങൾ നോക്കാനായിട്ട് സിനിമാ നഗരമായ ചെന്നൈയിലെത്തി. അവിടെ എത്തുമ്പോൾ ഭരതൻ ഗുരുവായൂർ കേശവൻ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ബാനറായ മഞ്ഞിലാസാണ് നിർമ്മിക്കുന്നത്. കുറേ കാലം സഹമുറിയനായ സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ആദ്യമായി ഒരു അവസരം തേടി വരുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അവസരം ചോദിച്ച് വരുന്നത് പോലെ ഒരു പുതുമുഖത്തിനോട് പെരുമാറുന്ന പോലെയാണ് ഭരതൻ പി ശ്രീകുമാറിനോട് പെരുമാറിയത്. ശരിക്കും പി ശ്രീകുമാറിന് അത് നന്നായിട്ട് വേദനിച്ചു. നമുക്കായാലും വേദനിക്കുമല്ലോ. കാരണം ഒന്നിച്ചൊരു മുറിയിൽ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം അനുഭവിച്ച് ഒന്നിച്ച് ജീവിച്ചിരുന്ന സുഹൃത്തുക്കൾ ഒരാൾ വലിയ സംവിധായകനാവുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം അയാളെ കാണാൻ വരുന്ന ആളിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു പുതുമുഖം ചാൻസ് ചോദിച്ചു വരുന്ന ഒരു നമ്മളെ മെനക്കെടുത്താൻ വരുന്ന ഒരുത്തനെ പോലെ ബിഹേവ് ചെയ്താൽ നമുക്കായാലും വേദന തോന്നും. അന്ന് പി ശ്രീകുമാർ ഒരു തീരുമാനമെടുത്തു. ഇനി ഒരാളിനോടും അഭിനയിക്കാൻ അവസരം ചോദിക്കില്ല. അവിടെ വെച്ച് തീരുമാനിച്ചു. ഭരതനോടൊന്നല്ല, ഇനി ഒരാളിനോട് ചോദിക്കില്ല. സ്വന്തമായി സിനിമ നിർമ്മിച്ച് അതിൽ അഭിനയിക്കണം എന്ന് അന്ന് തീരുമാനിച്ചു. അങ്ങനെ 1978 എം മുകുന്ദൻ്റെ സീത എന്ന് പറഞ്ഞ നോവൽ അദ്ദേഹം നിർമ്മിച്ച് നായകനായി സിനിമ ചെയ്തു. അപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഗോവിന്ദനായിരുന്നു സംവിധാനം. അതിൻ്റെ പിന്നാലെ അദ്ദേഹം സ്വർണ്ണപ്പക്ഷികളെന്ന് പറഞ്ഞ സുകുമാരനും സ്വപ്നയും ശ്രീകുമാരേട്ടനും അഭിനയിച്ച സ്വർണ്ണപ്പക്ഷികളെന്ന് പറഞ്ഞ സിനിമയും അദ്ദേഹം നിർമ്മിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് ഇറങ്ങി. 1984 കയ്യും തലയും പുറത്തിടരുത് എന്ന് പറഞ്ഞ KPSCയുടെ നാടകം സിനിമയാക്കി. പിന്നാലെ അസ്ഥികൾ പൂക്കുന്നു എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പനോരമ സെലക്ഷനെ കിട്ടിയ സിനിമയാണ്. പിന്നെ മമ്മൂട്ടിയെ നായകനാക്കി, ശോഭനയെ നായികയാക്കി വിഷ്ണു എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഇപ്പോൾ അഭിനയിക്കുന്ന എന്താ പറയുക, പ്രശസ്തനായ ഒരു നടനല്ലേ ഇപ്പോൾ. ഒരുപാട് സിനിമകൾ. കൊടുങ്ങല്ലൂർ ഉണ്ണിപ്പറമ്പത്ത് ശ്രീധരമേനോൻ്റെയും ബാലരാമപുരം മുടൂർപ്പാറ കട്ടച്ചൽ വീട്ടിൽ അമ്മുക്കുട്ടിയമ്മയുടെയും മകൾ പാറക്കുട്ടിയമ്മ. തിരുവനന്തപുരം കണ്ണമുല വാർഡിൽ കരിയത്ത് വീട്ടിൽ അധികാരി അച്യുതൻ പിള്ളയുടെയും കൊച്ചു പാർവതി പിള്ളയുടെയും മകൻ പരമേശ്വരൻ നായർ എന്ന് പറയുന്ന അച്ഛൻ. അങ്ങനെ പാറക്കുട്ടിയമ്മയുടെയും പരമേശ്വരൻ നായരുടെയും മകനായാണ് പി ശ്രീകുമാറിൻ്റെ ജനനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തലേ വർഷം 1946 ശ്രീകുമാരേട്ടൻ ജനിച്ചത്. 1966 അദ്ദേഹം സിനിമാ നടനാകാനായി മദ്രാസിലേക്ക് പോയി. 1971 അച്ഛൻ മരിച്ച ഒഴിവിൽ KSRTCയുടെ ഉദ്യോഗസ്ഥനായി മാറി. ശ്രീകുമാർ ഒരു പുസ്തകം എഴുതുകയാണ് എന്നറിഞ്ഞു. ശ്രീകുമാറിൻ്റെ ജീവിതം തന്നെ ഒരു പുസ്തകമാകുമ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അത്രയ്ക്ക് സംഭവ ബഹുലമാണ് ശ്രീകുമാറിൻ്റെ ജീവിതം. ശ്രീകുമാറിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ചും ഭാഷാ നൈപുണ്യത്തെക്കുറിച്ചും ഒന്നും എനിക്ക് സംശയമില്ല. പലരെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലെങ്കിൽ ഓർമ്മപ്പിശകുകൾ ഉണ്ടാകാനിടയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് ചിതറിയ ഓർമ്മകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ അവതാരിക മമ്മൂട്ടി എഴുതി കൊടുത്തത്. മമ്മൂട്ടി എഴുതി കൊടുത്തതിൻ്റെ ബാക്കി പറഞ്ഞു തരാം. പക്ഷെ നല്ല റൈറ്റപ്പ് അല്ലേ മമ്മൂട്ടി എഴുതിയിരിക്കുന്നത്. ശ്രീകുമാറിൻ്റെ ജീവിതം തന്നെ ഒരു പുസ്തകമാകുമ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറയുമ്പോൾ ശ്രീകുമാറിൻ്റെ ജീവിതം മുഴുവൻ എന്താ പറയുക, മമ്മൂട്ടിക്ക് അറിയാം എന്നാണല്ലോ. പി ശ്രീകുമാറിന് 5 സഹോദരങ്ങൾ, 3 പെണ്ണും 2 ആണും. ഇപ്പോൾ പി ശ്രീകുമാറും ഒരു സഹോദരിയും മാത്രമേ ബാക്കിയുള്ളൂ. പി ശ്രീകുമാറിൻ്റെ അനിയൻ നക്സൽ നേതാവായിരുന്നു ദിലീപ്. ദിലീപിനെ പറ്റി പറഞ്ഞാൽ ഞാൻ പോയിപ്പെട്ട ഒരു പൊല്ലാപ്പുണ്ട്. ഞങ്ങളുടെ ശാന്തിവിളയിലാണ് നേമം സർക്കാർ ആശുപത്രി. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ ലെവലിലേക്ക് ഉയർത്തുകയാണ്. ആ ആശുപത്രിയുടെ മുന്നിൽ
ഒരു ദിവസം ഒരു നാൾ ഒരു പന്തലുയർന്നു. ആ പന്തൽ എന്തിനെന്ന് ചോദിച്ചാൽ, ആശുപത്രിക്കകത്ത് ഡോക്ടർമാരും വാർഡന്മാരും അറ്റൻഡർമാരും ഒക്കെ കൈക്കൂലി വാങ്ങി ഭയങ്കര തലവേദന ഉണ്ടാക്കുന്നൊരു കാലം. അപ്പോൾ അവിടെ ഒരു YVC എന്ന് പറഞ്ഞ യുവജന വിജിലൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടന അവിടെ നിരന്നിരിക്കും. കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഡോക്ടറോ ഒരു പിയൂണോ ഒരു അറ്റൻഡറോ ആരെങ്കിലും അതിൻ്റെ മുന്നിൽ കൂടെ നടന്നു പോയാൽ ഒരു മണി വെച്ച് ഇങ്ങനെ അടിക്കും, കിണി 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 കിണി. അപ്പോൾ റോഡിൽ നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ഇവൻ കൈക്കൂലി വാങ്ങിക്കുന്നതാണെന്ന്. അങ്ങനെ ഒരു പുതിയ സമരമുറ ഇങ്ങനെ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഞാനപ്പോൾ 9-ലോ 10-ലോ എന്തോ പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നേതാവ് ഒരു ദിലീപ് എന്ന് പറഞ്ഞൊരാളാണ്. അധികം സംസാരിക്കുകയൊന്നുമില്ല, ഒരു കമാൻഡിങ് പവറിൽ ചില കാര്യങ്ങൾ പറയും. അങ്ങനെ സ്കൂൾ വിട്ട് വരുന്ന സമയം ഞാനൊരു 2 മണിക്കൂർ, ഒരു സന്ധ്യ ആവുന്നതിന് മുമ്പ് വീടെത്തണം, അല്ലെങ്കിൽ അടിക്കും അമ്മ. അതുകൊണ്ട് 2 മണിക്കൂർ അവിടെ ഇരിക്കും ഈ മണി അടിക്കുന്നതിന്. ചില ദിവസങ്ങളിൽ മണി എൻ്റെ തരും, എന്നിട്ട് ആരെങ്കിലും നടന്നു അടിക്കും എന്ന് പറയും. ഞാൻ കണി അടിക്കും. ഒരു രാത്രി അറിയുന്നു, ഈ സമരപ്പന്തലിലിരുന്ന ഒരു ഹരിജൻ യുവാവ് ആരുടെയോ കുത്തുകൊണ്ട് മരിച്ചു, ആശുപത്രിയുടെ പിന്നാമ്പുറത്ത് പ്രസവ വാർഡിൻ്റെ താഴെ മരിച്ചു കിടക്കുന്നു എന്നുള്ള വാർത്ത പാതിരാത്രി MP തിയേറ്ററിലെ ജോലിക്കാരനായിരുന്ന എൻ്റെ മാമൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നവൻ പറഞ്ഞു. ശാന്തിവിളയിൽ മൊത്തം പ്രശ്നമാണ്, പോലീസും ബഹളമായിട്ട് കിടക്കുന്നു, പോലീസ് നായ അത് ഇത് എല്ലാം ഉണ്ട്. അവിടെ ആ സമരം ഇരുന്നതിൽ ഒരാളിനെയാണ് കുത്തിയിരിക്കുന്നത്, കൊന്നു. ആരാണ് കൊന്നതെന്നറിയില്ല. ദിനേശിനോട് സൂക്ഷിച്ചോളാൻ പറ, കാരണം അവനും പോയി ആ സമരപ്പന്തൽ ഇരുന്നിട്ടുണ്ടെന്നല്ലേ പറയണമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഞാൻ ഊരാൻ പെട്ട പാട്. എന്നെ പോലീസ് സ്റ്റേഷനിൽ ക്വസ്റ്റ്യനൊക്കെ ചെയ്തു, പക്ഷേ കൊച്ചു ബാലമുരുകനായതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു, തലവേദനയൊന്നും ഉണ്ടായില്ല. പിന്നെ കൊന്നത് ഈ സമരത്തിലിരുന്നവരല്ലല്ലോ, സമരപ്പന്തലിലിരുന്നൊരു ചെറുപ്പക്കാരനല്ലേ മരിച്ചത്. എനിക്കിപ്പോഴും ചെറുപ്പക്കാരന് ഓർമ്മയുണ്ട്, നല്ല ബോഡിയൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അതിൻ്റെ നേതാവ് ഈ യുവജന വിജിലൻസ് കമ്മിറ്റിയുടെ നേതാവ് ഈ ദിലീപായിരുന്നു. ദിലീപിനെ തേടി പോലീസ് രാത്രി എന്നില്ല പകലില്ല ശിവകുമാരേട്ടൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുമായിരുന്നു. കാരണം അടിയന്തരാവസ്ഥ സമയമാണ്. 3 സഹോദരിമാർ ഉണ്ടെന്ന കാര്യം പോലും ദിലീപ് മറന്നു എന്നാണ് ശിവകുമാരേട്ടൻ പറയുന്നത്. നാട്ടുകാരുടെ കുത്തുവാക്കുകൾ, അച്ഛൻ്റെ വേദന, അമ്മയുടെ കണ്ണുനീര്, സഹോദരിമാരുടെ തേങ്ങൽ. P. ശിവകുമാർ മാത്രം കരഞ്ഞൊന്നുമില്ല, ഒരു വികാരവുമില്ലാതെ നിർജീവമായി, എന്താ പറയുക, എന്ത് പ്രതികരിക്കാൻ, അദ്ദേഹം നിർജീവമായിരുന്നു. സത്യനാരായണ സിൻഹ ഗ്രൂപ്പ് നക്സൽ നേതാവായിരുന്നു ദിലീപ്. ശുചീന്ദ്രത്തിനടുത്ത് വെച്ച് പോലീസ് ദിലീപിനെ ഒരു ബസ് യാത്രക്കിടയിൽ അറസ്റ്റ് ചെയ്തു. ദിലീപിനെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞ അച്ഛൻ ഓഫീസിൽ ഹൃദയവേദനയോടെ കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ വെച്ച്, ജനറൽ ആശുപത്രിയിൽ വെച്ച് ശിവകുമാരേട്ടൻ്റെ മടിയിൽ കിടന്ന് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. മകനെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞതിലാണ്. ഒരു നാൾ വീട്ടിൽ ശിവകുമാരേട്ടൻ്റെ ഒരു മാമൻ വന്നു. വർത്തമാനം പറച്ചിലും കുശലം പറച്ചിലും ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഊണ് കഴിക്കാമെന്ന് മുന്നേ എല്ലാവരും മേശയ്ക്ക് ചുറ്റി ഇരുന്നു. പെട്ടെന്ന് പടപടപടാന്ന് പോലീസുകാർ കയറി വന്നു. വന്ന വാക്കിലെ ഒരു പോലീസുകാരൻ റിവോൾവർ P. ശിവകുമാറിൻ്റെ കഴുത്തിൻ്റെ പൊന്നാമ്പുറത്ത് ഇങ്ങനെ വച്ചിട്ട് ഞെക്കി വെച്ചിട്ടാണ് ചോദിക്കുന്നത്, പറ എവിടെ നിൻ്റെ അനിയൻ ദിലീപ് എന്നാണ് ചോദിച്ചത്. ആലോചിക്കുക. അപ്പോൾ മാമൻ്റെ ഒരു മാനസികാവസ്ഥ. പിന്നെ ആ മാമ ഏരി വന്ന് കാണില്ല. ഇതൊരു പതിവ് കലാപരിപാടി ആയപ്പോൾ ബന്ധുക്കളാരും പിന്നെ ശിവകുമാറിൻ്റെ വീട്ടിലേക്ക് വരാതായി. ആരും വരില്ല, കാരണം ഏത് സമയത്തും പോലീസ് കടന്നു വരാം. വന്ന വാക്കിൽ പരിചയമില്ലാത്തൊരു മുഖം കണ്ടാൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യും, മോശമായ ഭാഷയിലെ ക്വസ്റ്റ്യൻ ചെയ്യും. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കൂടെ കയ്യിലുള്ളതുകൊണ്ട് പോലീസുകാർ എന്ത് ചെയ്യുന്ന കാലമല്ലേ. അപ്പോഴും പോലീസിൻ്റെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ട് നടക്കുന്ന മകനെ ഓർത്ത് അച്ഛൻ സമാധാനപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകനെ അറസ്റ്റ് ചെയ്തത്, പൂജപ്പുര ജയിലിലാക്കിയത്. ഇടിവീരന്മാർ മകനെ തല്ലി ചതച്ചിരിക്കും എന്ന ചിന്തയിലാകണം അച്ഛൻ മരിച്ചത്. 47 വയസ്സുള്ളപ്പോഴാണ് കുടുംബനാഥനായ P. ശിവകുമാറിൻ്റെ അച്ഛൻ കുഴഞ്ഞു വീണ് മരിച്ചത്. അങ്ങനെ 47 വയസ്സുകാരനായ ഒരു കുടുംബനാഥൻ മരിച്ചാൽ പിന്നെ ആ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 6 മക്കൾ, ഭാര്യ, അവർ അനാഥരായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതാരും പറയേണ്ട കാര്യമില്ല. ഇളയ മോനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ, ഭർത്താവ് കുഴഞ്ഞു വീണ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ, കൗമുദി ബാലകൃഷ്ണൻ്റെ പ്രതാപ സമയമാണ്, K. ബാലകൃഷ്ണൻ്റെ. അപ്പോൾ K. ബാലകൃഷ്ണൻ P. ശ്രീകുമാറിൻ്റെ അമ്മ പാറക്കുട്ടി അമ്മയെ K. ബാലകൃഷ്ണൻ വിളിക്കുന്ന അക്ക എന്നാണ്. ഈ ചേച്ചി എന്ന് വിളിക്കുന്ന സഹോദരിമാരെ വിളിക്കുന്ന, സ്നേഹത്തോടെ വിളിക്കുന്നതാണ് തിരുവനന്തപുരത്ത് അക്ക. അപ്പോൾ P. ശ്രീകുമാറും അമ്മയും കൂടി K. ബാലകൃഷ്ണനെ കണ്ടു. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും നീ ജാമ്യത്തിൽ ഇറക്കി തരണമെന്ന് അവർ സങ്കടത്തോടെ K. ബാലകൃഷ്ണനോട് പറഞ്ഞു. അദ്ദേഹം അവരെയും കൂട്ടി
അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ കെ കരുണാകരനെ കണ്ടു. അടിയന്തരാവസ്ഥ കാലമാണ്, അല്ലെങ്കിൽ കെ ബാലകൃഷ്ണൻ കളിക്കേണ്ട കളി കളിച്ചനെ. ഒന്നും നടന്നില്ല. പൂജാമുറിയിലെ ദൈവങ്ങളെയൊക്കെ ആ അമ്മ ശപിച്ചുകൊണ്ട് എടുത്ത് വലിച്ചെറിഞ്ഞു പുറത്തേക്ക്. എവിടെ ദൈവം? എന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് അവർ അലമുറയിട്ടു. എൻ്റെ മകൻ ചെയ്തതാണ് ശരിയെന്ന് ആ അമ്മ വിളിച്ചു പറഞ്ഞു. ഈ ദുഷ്ടന്മാർ പോകണം, അതായത് അടിയന്തരാവസ്ഥയുടെ കരാളഹസ്തം കൊണ്ട് ഭരിക്കുന്ന ഈ ദുഷ്ടന്മാർ പോകണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് കോൺഗ്രസ്സുകാർ പോകണം എന്നാണ് അമ്മ വിലപിച്ചത്. എന്നാലേ ഈ ലോകം നന്നാവൂ എന്നവർ അലറിക്കരഞ്ഞു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിലെ പരമപിള്ളയെ പോലെ ആ അമ്മ അന്നു മുതൽ കമ്മ്യൂണിസ്റ്റായി മാറി. ഒപ്പം പി ശ്രീകുമാർ. കമ്മ്യൂണിസ്റ്റുകാരാണ് ശരി, അല്ലെങ്കിൽ ദിലീപിൻ്റെ നെക്സലൈറ്റാണ് ശരിയെന്ന് അവർക്ക് തോന്നിയിരിക്കാം. കാരണം അവരൊന്നും, ഈ ദിലീപൊന്നും ഒരു തെറ്റും ചെയ്യാത്ത നെക്സലൈറ്റ് ആയിപ്പോയി എന്നുള്ള ഒരൊറ്റ തെറ്റിൻ്റെ പേരിലാണ് ക്രൂശിക്കപ്പെട്ടത്. അച്ഛൻ മരിച്ച ജോലി പി ശ്രീകുമാറിന് KSRTC കിട്ടി. വിവാഹപ്രായം കഴിഞ്ഞ സഹോദരിമാരിൽ ഒരാൾ, എനിക്കത് ഇപ്പോഴും കേൾക്കുമ്പോൾ സങ്കടമാണ്. വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണ്. അതിലൊരു സഹോദരി വീട്ടിനുള്ളിൽ ഒരു സാരിത്തുമ്പിൽ ജീവിതം തീർത്തു, തൂങ്ങി മരിച്ചു. ആ തൂങ്ങി മരിച്ച് പോലീസ് വന്ന് സാരിയൊക്കെ കട്ട് ചെയ്ത് താഴെ ഇറക്കി പോസ്റ്റ്മോർട്ടത്തിനെ കൊണ്ടുപോകുമല്ലോ. ആ സാരി തുണ്ട് അടുത്ത സഹോദരി എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ആ സാരിത്തുമ്പിൽ രണ്ടാമത്തെ സഹോദരിയും ആത്മഹത്യ ചെയ്തു. അടുത്തടുത്തുള്ള സഹോദരിമാരുടെ ആത്മഹത്യ ചെയ്തത് പോട്ടെന്നൊക്കെ എൻ്റെ ഒരിക്കൽ ശ്രീമാരേട്ടൻ പറഞ്ഞതാണ്. ദിനേശേ, എൻ്റെ കണ്ണു മുന്നിലാണ് എൻ്റെ 2 സഹോദരിമാർ. ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തവളോട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ട്, ഒരിക്കലും നീ കടുകയൊന്നും ചിന്തിക്കരുത്, ചെയ്യരുത് എന്ന് ഞാൻ അവളുടെ എപ്പോഴും പറയുമായിരുന്നു. അവൾ പക്ഷേ നിശബ്ദയായി കേട്ടുകൊണ്ടിരിക്കുകയുള്ളായിരുന്നു. അവളും ആത്മഹത്യ ചെയ്തു. 2 പേര് ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വന്ന് എന്തിനിവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കലിന് ഉത്തരം പറഞ്ഞാണ് ദിനേശേ എന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ചത് എന്ന് ശ്രീകുമാരേട്ടൻ പറയുമായിരുന്നു. കാരണം മറുപടി പറഞ്ഞ് മടുത്തു പോവില്ലേ? എന്തായിരിക്കും അവർ ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്തത്? നീ അത് അന്വേഷിച്ചില്ലേ ശ്രീകുമാറെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിണ്ടി ചോദിക്കുമല്ലോ നാട്ടുകാരും ബന്ധുക്കളും. അതായിരുന്നു എന്താ പറയുക, ശ്രീകുമാറിന് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ. അദ്ദേഹം മാനസികമായി ശരിക്കും തകർന്നു പോയി. അനുജൻ്റെ പ്രസ്ഥാനം തലവെട്ടി മാറ്റിയ ശരീരങ്ങളുടെ ആത്മാവിൻ്റെ ശാപമാണോ എൻ്റെ കുടുംബത്തിലേക്ക് ഇങ്ങനെ അച്ഛൻ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ഒരു സഹോദരി ആത്മഹത്യ ചെയ്യുന്നു, അത് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ അടുത്ത സഹോദരി ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ ഈ തലവെട്ടി മാറ്റിയ നക്സലുകാർ തലവെട്ടി മാറ്റിയ കുടുംബങ്ങളുടെ ശാപമാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അതോ അവരുടെ പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളുടെ പ്രാക്കാണോ എന്നായിരുന്നു ശ്രീകുമാറിനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം അതായിരുന്നു. സിനിമ അഭിനയമൊക്കെ നിർത്തി പി ശ്രീകുമാർ സിനിമാ സംവിധായകനാവുകയാണ്. കയ്യും തലയും പുറത്തിടരുത് എന്ന് പറഞ്ഞ KPSCയുടെ നാടകമാണ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത്. ഇതിലൊരു നായക വേഷമുണ്ട്, മഹാദേവൻ. 1985 അപ്പോൾ 85 എന്ന് പറയുമ്പോൾ 48 വർഷം മുമ്പാണ്. വെള്ളായണിയിൽ ഷൂട്ട് ചെയ്തതൊക്കെ ഇപ്പോഴും എൻ്റെ കണ്ണും മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ ബസ് കടന്നു വരുന്ന സമയത്ത് എന്തോ വെടിക്കെട്ട് നടത്തുന്ന എന്തോ ഒക്കെ ഉണ്ട്. നൈസിലെ അപ്പുക്കുട്ടനാണ് വെടിക്കെട്ടിന് തിരികൊളുത്തേക്ക് ചെയ്യുന്നത്. ആ സീനൊക്കെ എടുക്കുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. ഈ വേഷം, ഈ പറയുന്ന മഹാദേവൻ എന്ന് പറഞ്ഞ വേഷം ചെയ്യാനായിട്ട് പി ശ്രീകുമാർ പോയി മമ്മൂട്ടിയെ കണ്ടു. ആദ്യമായിട്ട് മമ്മൂട്ടിയെ കാണുകയാണ്. കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി സിനിമയാക്കുന്നു, അതിൽ മഹാദേവൻ എന്ന് പറഞ്ഞ നായക വേഷം ചെയ്യാമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, സോറി എനിക്ക് ഡേറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ അവസാനിപ്പിക്കണ്ടേ? ശ്രീകുമാരേട്ടൻ ചോദിച്ചു, ഒരു തുടക്കക്കാരനല്ലേ, ഒരു പുതിയ സംവിധായകനല്ലേ, അതുകൊണ്ടാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ ആരാ എന്നായിരുന്നു മമ്മൂട്ടിയുടെ ആദ്യത്തെ ചോദ്യം. ഒട്ടും പ്രതീക്ഷിക്കില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ താങ്കളുടെ ആരാ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. ബാല്യകാല സുഹൃത്താണോ ഞാൻ, അതോ ഞാനും താങ്കളും കൂടെ ഒന്നിച്ച് പഠിച്ചതാണോ, അതുമല്ലെങ്കിൽ ഞാനും താങ്കളും ഒരു സ്വജാതിക്കാരാണോ, അത് താനും മുസ്ലിം ഞാനും മുസ്ലിം, അല്ലെങ്കിൽ ഞാനും നായർ താനും നായർ ആണോ? ഇതായിരുന്നു പുള്ളിയുടെ ചോദ്യം. അതോ താൻ എൻ്റെ ബന്ധുവാണോ, ഏത് കെയർ ഓഫിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ശ്രീകുമാർ തകർന്നു പോയി. ഞാനായിട്ടാണെങ്കിൽ കരഞ്ഞു പോയെന്നെ. ശ്രീകുമാരേട്ടൻ തകർന്നു പോയി. അതും ജിയോ ഫിലിംസിൻ്റെ ജിയോ കുട്ടപ്പനും ജൂബിലി ജോയ് തോമസും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് ഈ ഷൗട്ട് ചെയ്ത് ചോദിച്ചത്. നിങ്ങൾ തൽക്കാലം പോകൂ ശ്രീകുമാർ, പറ്റുമെങ്കിൽ ഒരു വേഷം ആ ജോസിന് കൊടുക്കൂ. നമ്മളെ ഒരു കാലത്തെ റൊമാൻറ്റിക് നായകനുണ്ടല്ലോ ജോസ്, എന്തിനാണ് ജോസിന് വേണ്ടി മമ്മൂട്ടി ശുപാർശ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പറ്റുമെങ്കിൽ
ഒരു വേഷം ആ ജോസിന് കൊടുക്കും. അവിടെ കയറി ശ്രീകുമാറിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. ജോസിന് വേഷം കൊടുക്കാൻ പറയാൻ താനാര്? ആംബിയറിനൊരു കുറവുമില്ലല്ലോ. ആ ഒരു വേഷം ജോസിന് കൊടുക്കുമെന്ന് മമ്മൂട്ടി പറഞ്ഞുടൻ തന്നെ ശ്രീകുമാരേട്ടൻ്റെ ചോദ്യം ഇതായിരുന്നു, ജോസിന് വേഷം കൊടുക്കാൻ പറയാൻ താനാര്? എൻ്റെ ബാല്യകാല സുഹൃത്തോ, അതോ ഒന്നിച്ച് പഠിച്ചവരോ, അതോ സ്വജാതിക്കാരനോ? അല്ല, ഇനി ബന്ധുവാണോ താൻ എൻ്റെ? ഏത് കെയർ ഞാൻ ജോസിന് വേഷം കൊടുക്കണമെന്ന് താൻ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ വാഷർ ലൈഫ് എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെ പറയൂ, ഒരു താര രാജാവായിട്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് പി ശ്രീകുമാർ, ഏത് കെയർ ഞാൻ ജോസിന് വേഷം കൊടുക്കണമെന്ന് താൻ പറയുന്നതെന്ന് ചോദിച്ചു. മമ്മൂട്ടി മിഴിച്ചിരുന്നു, ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നാൽ പന്തി ശരിയാവില്ല എന്ന് കണ്ടപ്പോൾ മമ്മൂട്ടി പതുക്കെ എണീറ്റ് പോയി. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളന്നേ. അദ്ദേഹം എണീറ്റ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അടുത്ത സെപ്റ്റംബറിലാണെങ്കിൽ നോക്കാം, അതായത് ഞാൻ നോക്കാം, ഈ കൈന്തലും പുറത്തിറങ്ങി അഭിനയിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തന്നെ പി ശ്രീകുമാറിൻ്റെ മറുപടി വന്നു, ഞാൻ നിങ്ങളെക്കാൾ മുമ്പ് ഈ കോടമ്പക്കം ഓർമ്മിച്ച് കയറി വന്നവനാണ്. മമ്മൂട്ടിക്ക് പകരം ദേവനെ മഹാദേവനാക്കി കയ്യും തലയും പുറത്തിറരുത് എന്ന് പറഞ്ഞ സിനിമ ശ്രീകുമാരേട്ടൻ പൂർത്തിയാക്കി. മറക്കാനാകാത്ത അമർഷം മമ്മൂട്ടിയോട് പി ശ്രീകുമാറിനുണ്ട്. അങ്ങനെ അതിൻ്റെ ഡബ്ബിങ് നടക്കുക, എനിക്കൊന്ന് ശ്രീകുമാരേട്ടൻ്റെ പടവും അവിടെ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ മമ്മൂട്ടി ഡബ്ബിങ്ങിന് വന്നു. അപ്പോൾ അകത്ത് മമ്മൂട്ടി ഡബ്ബിയാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീകുമാരേട്ടൻ എന്തെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ മെയിൻ എൻട്രൻസ് ഇങ്ങനെ കയറി ഇടത്തോട്ട് ഉള്ള കോറിഡോറിൽ കൂടെ നടന്നു വേണം റെക്കോർഡിംഗ് റൂമിലേക്ക് പോകാൻ. അപ്പോൾ ഒരു 2 പേർക്ക് നടക്കാവുന്ന വീതിയെ ഈ കോറിഡോറിനുള്ളൂ. അവിടെ കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട് നമുക്കിരിക്കാൻ. ശ്രീകുമാരേട്ടൻ തയ്യാറെടുത്തു, ഇയാൾക്കൊരു പണി കൊടുക്കണം ആൾക്ക് മമ്മൂട്ടിക്ക്. ഒരു കസേരയിൽ ഇരുന്നിട്ട് 2 കാലും എടുത്ത് എതിർവശത്തെ ചുവരിലങ്ങ് ഉയർത്തി വെച്ചു. ഇങ്ങനെ ക്രോസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരാൾക്കും കടന്നു പോകാൻ പറ്റില്ല, ഒന്നിൽ തറയിൽ കൂടെ എഴിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ എൻ്റെ മോളിൽ കൂടെ ചാടിപ്പോണം. അങ്ങനെ മമ്മൂട്ടി ഡബ്ബിങ് കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന രംഗം, കള്ള ഉറക്കം നടിച്ച് കണ്ണടച്ചിരിക്കുകയാണ് പി ശ്രീകുമാർ. ഇങ്ങനെ കണ്ണൊക്കെ വെച്ച് കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. മമ്മൂട്ടിയുടെ സ്വഭാവം അനുസരിച്ചിട്ടോ കാലെടുക്കടോ എന്ന് പറയേണ്ട ആളാണ്. പക്ഷേ അന്ന് ഞാൻ ശ്രീകുമാറിനോട് ഡേറ്റ് ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നി കാണണം. അദ്ദേഹം മിണ്ടാതെ ഈ കാലിന് മുകളിൽ കൂടെ കാലെടുത്ത് വെച്ച് ഒരു കാലം ആദ്യം വെച്ച് അടുത്ത കാലം വെച്ച് നടന്നുപോയി. ഇത് ശ്രീകുമാരേട്ടൻ കാണുന്നുണ്ട് കണ്ണടച്ചിരിക്കുന്നെങ്കിൽ. അങ്ങനെ അല്ല, മമ്മൂട്ടി ഉടക്കാൻ പോയില്ല, കാരണം എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണണം. അത് കഴിഞ്ഞ് പ്രിയദർശൻ്റെ രാഹുലിൻ്റെ ആദ്യ സദസ്സ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ എന്തോ ആവശ്യത്തിന് ശ്രീകുമാരേട്ടൻ ആ സെറ്റിൽ ചെന്നു. ശ്രീകുമാരേട്ടനെ കണ്ടുടനെ തന്നെ മമ്മൂട്ടി ശ്രീകുമാരേട്ടനെ കെട്ടിപ്പിടിച്ചു, ഒന്നിച്ച് നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അന്ന് ഈ ഡീറ്റെയിലൊന്നും അല്ലല്ലോ, ഫിലിമിട്ടല്ലേ എടുക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ സിനിമയുടെ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞാണ് ഇവിടെ കുറച്ച് പടം എടുക്കണമെന്ന് പറഞ്ഞാണ് കെട്ടിപ്പിടിച്ചോണ്ടൊക്കെ നിൽക്കുന്നത്. പിന്നെ ഒരിക്കൽ മമ്മൂക്ക വിളിച്ചു വരുത്തി, ഈ ശ്രീകുമാരനെ വിളിച്ചു വരുത്തി 4 ദിവസം കൂടെ താമസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോടൊരു കഥ പറ, നമുക്ക് ഞാനൊരു സിനിമ ചെയ്യാം നിങ്ങളുടെ. അങ്ങനെ പി ശ്രീകുമാരേട്ടൻ ഒരു കഥ പറഞ്ഞു. മമ്മൂട്ടി തന്നെ ആ കഥയ്ക്ക് ഒരു നിർമ്മാതാവിനെ കണ്ടെത്തി കൊടുത്തു, നമ്മുടെ മുദ്ര ശശിയെ. അങ്ങനെ മുദ്ര ശശി ആ പടം ചെയ്യാമെന്ന് ഏറ്റു. അങ്ങനെയാണ് മമ്മൂട്ടിയും ശോഭനയും അഭിനയിച്ച മുദ്ര എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ ആ സമയത്താണ് ശ്രീകുമാരേട്ടൻ്റെ മകൾ ദേവിയുടെ കല്യാണത്തിൻ്റെ സമയമായിരുന്നു. ആർഭാടപൂർവ്വം ആ കല്യാണം നടത്താനുള്ള കാശ് കിട്ടിയത് മുദ്ര എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്തതിൽ നിന്നാണ്. അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആ ഒരു സഹായം കൊണ്ടാണ് ഗംഭീരമായി ആ കല്യാണം നടത്താൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലേ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദേവിയുടെ കല്യാണം നടത്തിയത് മുദ്ര ശശിയുടെ പടത്തിൽ നിന്ന് കിട്ടിയ കാശിൽ നിന്നാണ്. അങ്ങനെ ആ പടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മമ്മൂട്ടി ചോദിച്ചു, മുദ്ര നിർമ്മിച്ച പടമാണ്, വിഷ്ണു എന്നാണ് പടത്തിൻ്റെ പേര്. ഞാൻ പറഞ്ഞതിൽ മുദ്ര എന്നായിപ്പോയെന്നൊരു സംശയമുണ്ട്. വിഷ്ണു എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. ഒരിക്കൽ മമ്മൂട്ടി ചോദിച്ചു, മകൻ എന്ത് ചെയ്യുന്നു? മകൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എഞ്ചിനീയറിങ് കഴിഞ്ഞ് നിൽക്കുന്നു. അവനോട് അവൻ്റെ ബയോഡേറ്റയ്ക്ക് എനിക്ക് തരാൻ പറയൂ. ബയോഡേറ്റ കിട്ടിയതിൻ്റെ 5ാമത്തെ ദിവസം, അണ്ടർലൈനിട്ട് കേൾക്കണം, ബയോഡേറ്റ കിട്ടിയതിൻ്റെ 5ാമത്തെ ദിവസം പി ശ്രീകുമാറിൻ്റെ മകൻ ചന്തു ഗൾഫിലേക്ക് പറന്നു. ഗൾഫിൽ ജോലി ശരിയാക്കി കൊടുത്തു. ചന്തുവിന് ജോലി ആയതോടുകൂടി പി ശ്രീകുമാറിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറി.
ഇപ്പോൾ ചന്തു ഒരു വലിയ ബിസിനസ്മാനാണ്. കാരണം കുറേ കാലം ജോലി ചെയ്ത ശേഷം സ്വന്തമായി സ്ഥാപനം തുടങ്ങുകയും ഇപ്പോൾ ഒരുപാട് പേർക്ക് ജോലി കൊടുത്ത് ചന്തുവും ഭാര്യയും 2 പെൺമക്കളും കൂടി സുഭിക്ഷമായി വിദേശത്താണ് താമസിക്കുന്നത്. നല്ലൊരു കോടീശ്വരനായി എന്ന് പറയാം. ഇപ്പോൾ ശിവകുമാരേട്ടൻ താമസിക്കുന്ന ഈ PTP നഗറിലെ വീടൊക്കെ ചന്തു വാങ്ങിയതാണ്. നല്ല മനോഹരമായ വീട് വച്ചു. അതിൻ്റെ പുറകിൽ കുറേ വസ്തു വാങ്ങി നല്ല അന്തസ്സായിട്ട് അച്ഛനെയും അമ്മയെയും അവിടെ താമസിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അതൊക്കെ സത്യം പറഞ്ഞാൽ വീടും കാറും ഒക്കെ ശിവകുമാരനുണ്ടായത് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ്റെ മനസ്സുകൊണ്ടാണ്. നിങ്ങളാലോചിച്ച് നോക്കി, ഉടക്കി പിരിഞ്ഞ ശ്രീകുമാറിന് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയല്ല. കുചേലൻ ഒരിക്കലും ശ്രീകൃഷ്ണനോട് വഴക്കിട്ടിട്ടില്ലല്ലോ. ഇത് വഴക്കിട്ട് പിരിഞ്ഞിട്ടും മമ്മൂട്ടി ശ്രീകുമാറിനെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതാണ് ഈ മമ്മൂക്കയുടെ ഒരു പ്രശ്നം. ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സിന്ധു പറയാം, അണ്ണനും മമ്മൂട്ടിയോട് എപ്പോഴും ഉടക്കണ ആളല്ലേ, മമ്മൂക്കയോട് പറ ജീവിക്കാൻ നിവൃത്തിയില്ലാന്ന്, ശിവകുമാരേട്ടനെ പോലെ ഒന്ന് കൈതരാൻ പറ. നമ്മൾ പറയോ? പട്ടിണി ആയാലും പറയില്ല. അത് പോട്ടെ. എന്തായാലും ചന്തു ഇന്ന് വലിയ സ്ഥാപനങ്ങളുടെ മുതലാളിയായി സുഖമായി മക്കളും ഭാര്യയൊക്കെ ആയിട്ട് വിദേശത്ത് താമസിക്കുന്നു. ഇതെല്ലാം മമ്മൂട്ടി ചെയ്തപ്പോൾ, അതായത് മകളുടെ കല്യാണം നടത്താനായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു. മകൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വെറുതെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ബയോഡേറ്റ വാങ്ങി ജോലി വാങ്ങിക്കൊടുക്കുന്നു. ഇങ്ങനെ ശ്രീകുമാറിൻ്റെ കുടുംബത്തെ മമ്മൂട്ടി രക്ഷപ്പെടുത്തി എന്നപ്പോൾ ഒരു ദിവസം മമ്മൂട്ടിയോട് ശ്രീകുമാർ ചോദിച്ചു, നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം മമ്മൂട്ടി പറഞ്ഞ മറുപടി, അതാണ് മമ്മൂട്ടി ശ്രീകുമാർ. ഇതായിരുന്നു ഉത്തരം. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം. വല്ലപ്പോഴും ഫ്ലാറ്റിൽ ചങ്ങാത്തം കൂടുന്നവരായിരുന്നു തിലകൻ ചേട്ടനും ശ്രീകുമാറും. ഉഗ്രൻ ടീമാണ്, മരപ്പട്ടിക്ക് ഈനം വെച്ച് കൂട്ടെന്ന് പറയുന്ന പോലെ. കർണൻ എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു തിരക്കഥ ശ്രീകുമാരേട്ടൻ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മുഴുവൻ വായിച്ച ആളാണ്. എനിക്ക് വായിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ശ്രീകുമാരേട്ടൻ മുഴുവൻ സ്ക്രിപ്റ്റും വായിച്ചു തന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. നല്ല മനോഹരമായ സ്ക്രിപ്റ്റാണ്. എനിക്ക് തോന്നുന്നു മഹാഭാരതത്തിൽ നിന്ന് ഇങ്ങനെ കർണനെ ഇത്രയും പ്രൗഢഗംഭീരമായി ആ ക്യാരക്ടർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അത് മോഹൻലാൽ ചെയ്താലും മമ്മൂട്ടി ചെയ്താലും മനോഹരമായിരുന്നേ. പക്ഷേ ഇനി മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, മോഹൻലാലിനും പറ്റില്ല, അതിൻ്റെ പ്രായം കഴിഞ്ഞില്ലേ. എനിക്ക് തോന്നുന്നു കർണന് 38 വയസ്സൊക്കെ ഉള്ളപ്പോൾ കഥ അവസാനിക്കുന്നതല്ലേ. എന്തായാലും കർണൻ എന്നൊരു തിരക്കഥ ശ്രീകുമാർ പൂർത്തിയാക്കി എന്നറിഞ്ഞ് തിലകൻ അറിഞ്ഞു. അപ്പോൾ തിലകൻ പറഞ്ഞു, എനിക്ക് ആ തിരക്കഥയൊന്ന് കേൾക്കണം. അങ്ങനെ ശ്രീകുമാർ തിലകൻ വായിച്ചു കൊടുത്തു. വായനയുടെ അവസാനം എത്തുമ്പോഴേക്കും എന്താ പറയുക, കലാകാരനല്ലേ എന്ന് തിലകൻ തേങ്ങി കരഞ്ഞു ആ സ്ക്രിപ്റ്റ് കേട്ടിട്ട്, അതിൻ്റെ ക്ലൈമാക്സ് കേട്ടിട്ട്. ആ കരച്ചിൽ അടക്കി അപ്പം തന്നെ തിലകൻ ചെയ്ത വേല എന്താണെന്ന് വെച്ചാൽ അപ്പം മമ്മൂട്ടിയെ വിളിച്ചു ഫോണിൽ, ആശാനെ നിങ്ങൾക്ക് വീണ്ടും നാഷണൽ അവാർഡ് കിട്ടാവുന്നൊരു തിരക്കഥ ഞാൻ വായിച്ചു കേട്ടു. അപ്പം തന്നെ മമ്മൂട്ടി ശ്രീകുമാറാണ് എഴുതിയെന്ന് മനസ്സിലായി. തിലകൻ പറഞ്ഞല്ലോ. മമ്മൂട്ടി കാർ അയച്ചു, വായിച്ചു കേട്ടു. ഹരിഹരനോട് മമ്മൂട്ടി തന്നെ പറഞ്ഞു, ഹരസാറേ നിങ്ങളുടെ സുഹൃത്തായ ശ്രീകുമാർ ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ട് കർണനെക്കുറിച്ച്, ഒന്ന് വായിക്കണം. പക്ഷെ എന്തുകൊണ്ടോ അതെങ്ങും എത്തിയില്ല. പ്രിയദർശൻ മോഹൻലാലിനെ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞു, മധുപാൽ മോഹൻലാലിനെ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആരൊക്കെയോ ചർച്ചകൾ നടത്തി. എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ ശ്രീകുമാരേട്ടൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ പറയും. അപ്പോൾ മധുപാലിൻ്റെ ഒരു നിർമ്മാതാവൊക്കെ റെഡിയാക്കി എടുത്ത് മധുപാൽ സ്ക്രിപ്റ്റൊക്കെ വായിച്ച ശേഷം അതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാൻ പോയപ്പോൾ ശ്രീകുമാരേട്ടൻ ആദ്യം പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു കോപ്പി നിനക്ക് തരണമെങ്കിൽ ആദ്യം 50 ലക്ഷം രൂപ അഡ്വാൻസ് താ. ഞാൻ കേട്ടോണ്ടിരിക്കുക പറയുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ തന്നെ ആ പ്രോജക്റ്റ് പൊളിഞ്ഞു എന്ന് പറയാം. ഇങ്ങനെ അത് വെട്ടൊന്നും മുറുണ്ട്, അതിൽ വിട്ടുവീഴ്ചയൊന്നും പുള്ളി ചെയ്യില്ല. ചിലപ്പോൾ 50 ലക്ഷം വാങ്ങിയിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ 40 ലക്ഷം തിരിച്ചു തരും. പക്ഷേ ആദ്യം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോളയും. ഇപ്പം ഞാൻ ഒരു സീരിയൽ ചെയ്യുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ വേഷമുണ്ട്. അപ്പോൾ ഇത്രയും അടുപ്പമുള്ള ഞാൻ വിളിച്ചു, ശ്രീകുമാരേട്ടാ ഞാനൊരു സീരിയൽ ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിൽ ഒരു മുഖ്യമന്ത്രിയുടെ വേഷമുണ്ട്, ചെയ്യാമോ? ഞാൻ ചെയ്യാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാട്ടാ കാര്യങ്ങൾ? നിൻ്റെ സീരിയലല്ലേ, ഞാൻ ചെയ്യാം. ഞാൻ അല്ല, കാര്യങ്ങൾ പറയണം. ഞാൻ കോസ്റ്റ്യൂം കൊണ്ടുവരില്ല. നിൻ്റെയൊക്കെ സീരിയലുകളിലെല്ലാം നടികളെയും നടന്മാരും ഒക്കെ കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ടല്ലേ പറഞ്ഞേ, ഞാൻ കൊണ്ടുവരില്ല. പിന്നെ എനിക്ക് ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ തരണം. അപ്പോൾ 3-4 സീനേ ഉള്ളൂ. ശ്രീകുമാരേട്ടൻ വിചാരിച്ചത് ഇവരൊക്കെ സിനിമ എടുക്കുന്നത് പോലെ 2-3 ദിവസം കൊണ്ട് ഞാൻ എടുക്കുമെന്നായിരിക്കും വിചാരിച്ചേ. ഞാൻ പറഞ്ഞു സമ്മതം. അങ്ങനെ ശ്രീകുമാരേട്ടൻ സെറ്റ് വന്നു.
ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ഡ്രസ്സ് കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ പുള്ളി വീണു. കാരണം നല്ല കോസ്റ്റ്ലി, നല്ല വെള്ള ഹാഫ് കൈ ഷർട്ടും മുണ്ടും കൊടുത്തപ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ഇവൻ എച്ചി തന്നെ കാണിച്ചില്ലല്ലോ എന്ന്. എന്നിട്ട് ഒരേ കളറല്ലേ ഡ്രസ്സ്, വെള്ള മാത്രമല്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടി. ഞാൻ അങ്ങോട്ട് ഡയലോഗുകൾ പറഞ്ഞു കൊടുക്കുന്നു, ഷൂട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ കഴിഞ്ഞു ചേട്ടാ. എടേ എല്ലാ സീനും തീർന്ന. ഞാൻ പറഞ്ഞു എല്ലാ സീനിൻ്റെയും ചേട്ടൻ്റെ ഷോട്ടുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ അത്ഭുതമായി. അപ്പോൾ പുള്ളി ഷർട്ടിൻ്റെ ബട്ടൺ എടുക്കാൻ പോയപ്പോൾ ഞാൻ അതെടുക്കണ്ട, ഈ ഷർട്ടും ഈ മുണ്ടും ചേട്ടന്. അപ്പോഴും പുള്ളി ചിരിച്ചു. പ്രതിഫലം പറഞ്ഞ് ഒരു ദിവസം ഇത്ര രൂപ വെച്ച് വേണമെന്നല്ലേ പറഞ്ഞു. ആ പ്രതിഫലം 1 രൂപ കുറയ്ക്കാതെ അങ്ങോട്ട് കൊടുത്തിട്ട് തന്നെ ഒന്നും മടിക്കാതെ അതിൽ നിന്ന് 10,000 ആണോ 15,000 ആണോ എന്ന് പറയുന്നത് തിരിച്ചു തന്നു, നീ എടുത്തോ. അങ്ങനെ ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട് ചേട്ടനെ. പക്ഷേ പറയുമ്പോൾ ആദ്യം ഇങ്ങനെയൊക്കെ പറയും, കോസ്റ്റ്യൂം ഞാൻ കൊണ്ടുവരില്ല, ഒരു ദിവസം എനിക്ക് ഇത്ര 1000 രൂപ കിട്ടണം എന്നൊക്കെ പറയും. അതുപോലെ ഈ മധുപാലനോടും പറഞ്ഞു, സ്ക്രിപ്റ്റ് വായിക്കാൻ തരണമെങ്കിൽ 50 ലക്ഷം രൂപ ആദ്യം എൻ്റെ അക്കൗണ്ടിൽ ഇടണം. അങ്ങനെ പറയുന്ന ആളാണ്. എന്തുകൊണ്ടോ എന്താ പറയുക, ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പോൾ ഒരു ദിവസം ശ്രീകുമാരേട്ടൻ ഈ തിലകന് വായിച്ചു കൊടുത്ത് കരയിപ്പിക്കുകയൊക്കെ ചെയ്ത് മമ്മൂട്ടിയെ വിളിച്ച് തിലകൻ ശുപാർശയൊക്കെ ചെയ്ത് അത്രയും ആത്മബന്ധമുണ്ട് അവർ തമ്മിൽ. കൂടെ കാണുന്നവരാണ്. എവിടെയോ വെച്ച് ഒരു കൂട്ടുകാരൻ ചോദിച്ചു, അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എന്തോന്ന് എന്ന് ചോദിച്ചു. എന്നാലും കഷ്ടമായിപ്പോയി നമ്മുടെ തിലകൻ്റെ കാര്യം എന്നായി. കക്ഷി സിംഗിങ് സ്റ്റേജില്ല, ആരും അടുത്തില്ലേ? ഇല്ല, ആരും അടുത്തില്ല, അവളുടെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, അല്ല നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളല്ലേ, എന്താ ശിവകുമാർ അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ സംസാരിക്കുന്ന ആളിന് തിലകനുമായിട്ട് അത്രയും നല്ല ബന്ധമില്ല എന്നോ അല്ലെങ്കിൽ തിലകന് ഇതൊക്കെ വരണം എന്ന് ആശിക്കുകയോ ചെയ്യുന്ന ആളാണെന്ന് തോന്നി ഈ വർത്തമാനം കേട്ടപ്പോൾ. അന്ന് ശ്രീകുമാരേട്ടന് കാറൊന്നുമില്ല, ഒരു വെസ്പ സ്കൂട്ടറാണുള്ളത്. വെസ്പയോ ബജാജോ എന്തോ ആണ്. ഞാൻ കണ്ടിട്ടുണ്ട് തമ്പാനൂർ KSRTC ഓഫീസിൽ നിന്ന് പറന്നു പോകുന്നത് ഇത് ഓടിച്ചുകൊണ്ട്. അദ്ദേഹം അപ്പോൾ തന്നെ സ്കൂട്ടർ ഓടിച്ച് PRSലെ ഫ്ലാറ്റിലെത്തി, തിലഞ്ചേട്ടൻ്റെ ഫ്ലാറ്റിലെത്തി. ബെല്ലടിച്ചു. ജോലിക്കാരി വന്ന് ഡോറ് തുറന്നു. ആളകത്തുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, കിടപ്പിലാണ്, വിളിക്കാം, കയറിയിരിക്കണം. ശ്രീകുമാരേട്ടൻ കയറിയിരുന്നു. ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 10 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തിലഞ്ചേട്ടൻ കടന്നു വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രാകൃതമായ രൂപം. വന്നിരിക്കുന്നത് P. ശ്രീകുമാറാണ് എന്ന് മനസ്സിലായതും പുള്ളി തുറിച്ചൊന്ന് നോക്കി. പിന്നെ സിംഹം ഗർജിക്കുന്ന മാതിരി ഒരു ഗർജനമായിരുന്നു. ഫോൺ ചെയ്യാതെ തന്നോട് വരാൻ ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഒരാൾ വീട്ടിൽ വന്ന ഒരു അതിഥിയോട് ചോദിക്കുകയാണ്, ഫോൺ ചെയ്യാതെ എൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി വരാൻ തന്നോട് ആരാ പറഞ്ഞത്? ശ്രീകുമാരേട്ടൻ ഒന്ന് ചമ്മി, ഒന്ന് വേർത്തു. ഞാനും താനുമായി എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ ശ്രീകുമാരേട്ടൻ ഒന്നും മിണ്ടിയില്ല. സ്വയം പറയും പോലെ തിലഞ്ചേട്ടൻ പറഞ്ഞു, കാര്യം ശരിയാ, ഞാൻ തൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീകുമാരേട്ടൻ പതുക്കെ പോകാനായിട്ട് എണീറ്റു. ഒന്നും പറയാനില്ല, മറുപടി പറയാനില്ല. ശരി, വന്നതല്ലേ, ഇരിക്ക്. അപ്പോഴേക്ക് ചായ വന്നു. ആ, കുടിച്ചിട്ട് പോ എന്ന് പറഞ്ഞു. ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ശ്രീകുമാരേട്ടൻ ഇറങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞ് സെറ്റിൽ വെച്ച് വീണ്ടും തിലഞ്ചേട്ടനെ ശ്രീകുമാരേട്ടൻ കണ്ടു. അപ്പോൾ ശ്രീകുമാരേട്ടൻ ഒരു പരിചയവും, ഇയാളെ എനിക്ക് ജീവിതത്തിൽ പരിചയമില്ല എന്നുള്ള രീതിയിൽ ശ്രീകുമാരേട്ടൻ ഇരുന്നു. കാരണം ക്ഷിപ്രകോപിയാണല്ലോ ശ്രീകുമാരേട്ടൻ. ഓ, ഒരാൾ ഇരിക്കുന്നത് കണ്ടില്ലേ, എന്തൊരു പണക്കം, അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു എന്നാണ് തിലഞ്ചേട്ടൻ ചോദിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു ശുദ്ധ ഹൃദയമല്ലേ, ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്യും പോലെ ചെയ്യുമെങ്കിലും പാവം മനുഷ്യനല്ലേ, അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നായി പുള്ളി. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് വർത്തമാനം പറഞ്ഞ് അത് വിട്ടു. അത് കഴിഞ്ഞ് നേരെ അറിയാൻ CBI എന്ന് പറഞ്ഞ സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചു. അപ്പോഴും തിലകൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശ്രീകുമാരേട്ടൻ ഒന്ന് അകന്നിരുന്നു. കാരണം വല്ല ഷോയും കാണിച്ചാലോ എന്നായിരുന്നു ശ്രീകുമാരേട്ടൻ്റെ പേടി. അതുപോലെ ശ്രീകുമാരേട്ടൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ സത്യേട്ടൻ്റെ പടത്തിലെ ആ തിരുവനന്തപുരം സ്ലാങ് പറയുന്ന പോലീസുകാരൻ. MT വാസുദേവൻ നായരുടെ മകൾ അശ്വതിയുടെ കല്യാണം. കല്യാണത്തിൻ്റെ തലേ ദിവസം തന്നെ ശ്രീകുമാരേട്ടൻ കോഴിക്കോട്ടെത്തി മഹാറാണിയിൽ റൂമെടുത്ത് താമസമായി. പിന്നെയാണ് അദ്ദേഹം അറിയുന്നത് പിറ്റേ ദിവസം കേരള ബന്ദാണ്. അപ്പോൾ MTയുടെ മകളുടെ കല്യാണം നടക്കുന്ന മണ്ഡപത്തിലേക്ക് എങ്ങനെ പോവും? പുള്ളി ആകെ വിഷണനായി. അപ്പോഴാണ് ആരോ പറയുന്നത്, ഈ മഹാറാണിയിൽ തന്നെ സത്യനന്ദിക്കാട് താമസമുണ്ട്, MTയുടെ മകളുടെ കല്യാണത്തിന് വന്നതാണ്. സ്വാഭാവികമായിട്ടും സത്യനന്ദിക്കാടിന് മാതൃഭൂമിയായിട്ടും ഷേംസ് കുമാറുമായിട്ടും PV ഗംഗാധരനുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട്
ഒരു കാറ് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സത്യനെ വിളിച്ചാൽ ആ കാറിൽ പോകാമെന്ന് ശിവകുമാരേട്ടന് തോന്നി. അത് ചോദിക്കാനായിട്ട് സത്യേട്ടനെ ശിവകുമാരേട്ടൻ ഫോൺ ചെയ്തു. മഹാറാണിയിൽ റൂമിൽ ഇരുന്നുകൊണ്ട് അടുത്ത റൂമിലേക്ക് ഫോൺ ചെയ്തു. അപ്പോൾ സത്യയുടെ അതിശയത്തോടെ ചോദിച്ചു, ശിവകുമാറോ എന്ന് ചോദിച്ചു. അതെ, നിങ്ങളെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ഞാൻ ഒരാളെ തിരുവനന്തപുരത്തേക്ക് വിട്ടിരിക്കുക. സത്യേട്ടൻ കോഴിക്കോട്ടുള്ളപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഒരുത്തൻ തിരുവനന്തപുരത്ത് പോയിരിക്കുക. ശിവകുമാർ പക്ഷേ കോഴിക്കോട്ടുണ്ട്, മുറിയിലേക്ക് വരൂ. അങ്ങനെ ശിവകുമാരേട്ടൻ സത്യേട്ടൻ്റെ റൂമിലേക്ക് ചെന്നു. ഞാൻ ഒരു പുതിയ സിനിമ ചെയ്യുന്നു. ഉർവശിയും മീര ജാസ്മിനും നരേനുമാണ് പ്രധാന വേഷം. അതിൽ മധുസൂദനൻ പിള്ള എന്ന് പറഞ്ഞൊരു എസ് ഐ ഉണ്ട്. തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിക്കുന്ന എസ് ഐ ആണ്. ചിലപ്പോൾ ശ്രീകുമാർ ചെയ്താൽ നന്നാവുമെന്ന് എനിക്ക് തോന്നി. ആ വേഷം ചെയ്യാമോ? പിന്നെന്ത്, ഞാൻ ചെയ്യാം. ഇപ്പോഴും അച്ഛൻ്റെ അമ്മ നമ്മൾ ആലോചിച്ചാൽ കണ്ടിട്ടുള്ളവർക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ ഉർവശിയോട് പഞ്ചാര അടിക്കുന്ന മധുസൂദനൻ പിള്ള എസ് ഐ ആയിരിക്കും. അച്ഛൻ്റെ അമ്മ ചെയ്തതോടുകൂടി ശ്രീകുമാരേട്ടന് പിന്നെ തിരക്കോട് തിരക്കായി സിനിമയിൽ. അതുപോലെ ഒരു ദിവസം നനച്ചിരിക്കാതെ ഷാജിയൻ കരുൺ ശ്രീകുമാരേട്ടനെ വിളിക്കുന്നു. ശ്രീകുമാറേ, നമ്മുടെ തക്കാട് ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്താ വിശേഷം എന്ന് ചോദിച്ചു. വിശേഷമൊന്നുമില്ല, എല്ലാം നേരി പറയാം, ശ്രീകുമാർ വാ. ഈ ശ്രീകുമാർ ഗസ്റ്റ് ഹൗസിൽ ചെന്നു. പരിചിതമില്ലാത്ത 4-5 മുഖങ്ങളവിടെ ഇരിപ്പുണ്ട്. രാഷ്ട്രീയ ചർച്ച, വർത്തമാനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാരനും കൂടി ആയതുകൊണ്ട് നല്ല പ്രാസംഗികനും ഒക്കെ ആയതുകൊണ്ട് ശ്രീകുമാരേട്ടനും കൂടി ആ രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുത്തു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. വേറെ ഒരു പുരോഗതിയില്ല, വേറെ ഒരു കാര്യം പറയുന്നുമില്ല. ശരി, ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ച് ശ്രീകുമാരേട്ടൻ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. വൈകുന്നേരം ആയപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ട 3-4 പേരെ കണ്ടെന്ന് പറഞ്ഞല്ലോ, അവരൊരു കാറിൽ നേരെ പി ശ്രീകുമാറിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഞങ്ങൾ ഇതൊന്ന് കാണൂ എന്ന് പറഞ്ഞൊരു ബുക്ക് കൈ കൊടുത്തു, ഒരു ആൽബം. അദ്ദേഹം അത് മറിച്ച് നോക്കിയപ്പോൾ മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ AK ഗോപാലിൻ്റെ നിരവധി മുഖങ്ങളാണ്, ഫോട്ടോകളാണ്. സമരമുഖങ്ങളിലൊക്കെ നിൽക്കുന്ന, പ്രസംഗിക്കുന്ന, നടക്കുന്ന, ഇരിക്കുന്ന, അങ്ങനെ വ്യത്യസ്തമായ ഒരു പിടി ഫോട്ടോകളുള്ള ആൽബമാണ്. ആ ഫോട്ടോ എല്ലാം ഓരോ പേജായിട്ട് പി ശ്രീകുമാർ മറിച്ച് നോക്കി. അത് കഴിഞ്ഞ് ആൽബം തിരിച്ചു കൊടുത്തു. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ AKGയുടെ ജീവിതകഥ സിനിമയാക്കുന്നു, ഷാജിയൻ കരുണാണ് സംവിധായകൻ. ഞങ്ങളുടെ ആ സിനിമയിൽ AKG ആയിട്ട് അഭിനയിക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് പി ശ്രീകുമാറിനെയാണ്. ഇത് പറഞ്ഞത് AKG എന്ന് പറഞ്ഞ ആ സിനിമയുടെ തിരക്കഥ എഴുതിയിരുന്ന PVK പനയാൽ എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞത്. അങ്ങനെ കണ്ണൂരിൽ ചിത്രീകരിച്ച AKG എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഇപ്പോഴും കണ്ണൂരുകാർ അവിടെ തിരഞ്ഞെടുപ്പിന് ഇലക്ഷനിലൊക്കെ പ്രസംഗിക്കാനായിട്ട് ശ്രീകുമാരേട്ടൻ ചെന്നാൽ AKG ശ്രീകുമാർ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യം കിട്ടണമല്ലേ? അവിടുത്തുകാർക്ക് AKG ശ്രീകുമാറാണ്. ചിത്രീകരണത്തിനായി മേക്കപ്പ് ഇടുമ്പോൾ AKGയുടെ മകൾ ലൈല വിളിച്ചിരുന്നത് അച്ഛ എന്നാണ് പി ശ്രീകുമാറിനെ. കാരണം ഡിറ്റോ AKG പോലെ ഇരിക്കുന്നു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. പട്ടർ റഷീദായിരുന്നു മേക്കപ്പ്. ഇന്ത്യൻ പാർലമെൻറ്റിലും തീൻമൂർത്തി ഭവനിലുമൊക്കെ ഈ സിനിമ ചിത്രീകരിച്ചു. അവിടെയൊക്കെ തങ്ങൾ ആരാധനയോടെ കണ്ടിരുന്ന AKG ആയി പി ശ്രീകുമാറിനെ കണ്ടപ്പോൾ അവർ ഭയ്യ 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 എന്ന് ശ്രീകുമാറിനെ നോക്കി വിളിച്ചു. ഹിന്ദിക്കാർക്ക്, ബംഗാളികൾക്കൊക്കെ അറിയാമല്ലോ AKG ആരാണെന്ന്. പ്രതിപക്ഷ നേതാവായിരുന്ന ആളല്ലേ. തീൻമൂർത്തി ഭവനിലെ നെഹ്റുവിൻ്റെ ഓഫീസ് റൂമിലും ബെഡ്റൂമിലുമൊക്കെ ചിത്രീകരിച്ചു. നെഹ്റുവിൻ്റെ വിശ്വസ്തനായ മിത്രമായിരുന്നു, സുഹൃത്തായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന AKG. അന്നത്തെ ലോക്സഭാ സ്പീക്കർ നമ്മുടെ ബംഗാളിൽ നിന്ന് സോമനാഥ് ചാറ്റർജി ആയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ നിയോഗമുണ്ടാവുകയും അങ്ങനെ കോൺഗ്രസ്സുകാരുടെയൊക്കെ ഔദാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ എപ്പോൾ വേണമെങ്കിലും വലിച്ച് താഴെ ഇടാമെന്നുള്ളതുകൊണ്ട് നമ്മൾ അപഹാസ്യനാകാൻ വേണ്ടി പ്രധാനമന്ത്രി ആകണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുകയും അങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയിൽ തട്ടിക്കളഞ്ഞു പോയ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം 10 ദിവസമെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ സോമനാഥ് ചാറ്റർജി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയെന്നെ. പക്ഷേ പാർട്ടി ശക്തമായിട്ട് പറഞ്ഞു അത് പറ്റില്ല. പ്രത്യേകിച്ചും കേരള ഘടകം ഭയങ്കരമായിട്ട് തർക്കിച്ചു. സോമനാഥ് ചാറ്റർജി AKG ശ്രീകുമാറിനെ കെട്ടിപ്പിടിച്ചു. പോക്കറ്റിൽ നിന്നും വിസിറ്റിംഗ് കാർഡ് എടുത്ത് നൽകി. എന്നിട്ട് പറഞ്ഞു, യു ക്യാൻ കം ടു മൈ ഹൗസ് എനി ടൈം, മൈ ഡോർ ഈസ് ഓപ്പൺ ഫോർ യു 24 hours. മിസ്റ്റർ ശ്രീകുമാർ, നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഏത് സമയത്ത് വേണമെങ്കിലും കടന്നു വരാം, 24 മണിക്കൂറും എൻ്റെ വീടിൻ്റെ വാതിൽ തുറന്ന് കിടക്കും എന്നാണ് സോമനാഥ് ചാറ്റർജി പറഞ്ഞത്. ബിക്കോസ്
AKG വാസ് മൈ ഗുരു. എൻ്റെ ഗുരുനാഥനാണ് AKG. ഞാൻ നിങ്ങളിൽ എൻ്റെ ഗുരുനാഥനെ കാണുന്നു എന്നാണ് സോമനാഥ് ചാറ്റർജി അദ്ദേഹത്തോട് പറഞ്ഞത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സോമനാഥ് ചാറ്റർജിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാണ് ശ്രീകുമാരേട്ടൻ പറയുന്നത്. 1988 മലയാള സിനിമയുടെ 50 വർഷം ആഘോഷിച്ചു. അതിനോടനുബന്ധിച്ച് KSFDC ഒരു പുസ്തകം ഇറക്കി. അക്കാലത്ത് KSFDCയുടെ ചെയർമാൻ P. ഗോവിന്ദപിള്ളയാണ്. ആ പുസ്തകത്തിൽ സീതയെക്കുറിച്ചോ സ്വർണ്ണപ്പക്ഷികളെക്കുറിച്ചോ P. ശ്രീകുമാറിനെക്കുറിച്ചോ ഒന്നും, ഒരു ചരിത്ര പുസ്തകമാകുമ്പോൾ അതൊക്കെ ഉണ്ടാവണമല്ലോ, പക്ഷേ ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ സീത എന്ന് പറഞ്ഞ് ഗോവിന്ദൻ്റെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഒരാളുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നോ, സ്വർണ്ണപ്പക്ഷികളെന്ന് പറഞ്ഞ എഡിറ്റർ രാമൻ നായർ ചെയ്തൊരു സിനിമയുണ്ടെന്നോ, ഇത് രണ്ടും നിർമ്മിച്ചതും അഭിനയിച്ചതും P. ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു നടനാണെന്നോ ഒന്നും അതിലില്ല. ഇത് കണ്ട P. ശ്രീകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യനായ P. ഗോവിന്ദപിള്ളയുടെ ക്യാബിനിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ കത്തിക്കും ഈ പുസ്തകം. കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യനായ താങ്കൾ ഈ പുസ്തകം കണ്ടിട്ട് താങ്കൾ തോന്നിയില്ലേ എൻ്റെ പേരോ എൻ്റെ സിനിമകളോ അതിലുണ്ടാവണമെന്ന് വെച്ച് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. അതും ആലോചിച്ച് നോക്കൂ, AKG ശ്രീകുമാർ എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് താത്വിക ആചാര്യനായ P. ഗോവിന്ദപിള്ളയോട് KSFDCയുടെ ഈ പുസ്തകത്തിനെ ഞാൻ കത്തിക്കും എന്ന് ബഹളം ഉണ്ടാക്കി. അതാണ് P. ശ്രീകുമാർ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ശ്രീകുമാരേട്ടനെ കുറിച്ച് പറയാനുണ്ട്. ദിലീപിനെ ശുചീന്ദ്രത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത് മാത്രം മതി നമുക്കൊരു നല്ല സിനിമ ചെയ്യാൻ. നല്ല രസകരമായി ചെയ്യാൻ പറ്റുന്ന അനുഭവങ്ങളാണ് ദിലീപിൻ്റേതുണ്ടായിരുന്നത്. അവസാനം പോലീസുകാർ പൂട്ടും താക്കോലും ഒക്കെ തോർത്തി കെട്ടിയിട്ട് ഇടിച്ച് മൃതപ്രായനാക്കിയാണ് വർഷങ്ങൾക്ക് ശേഷം പുറത്തുവിട്ടത്. മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ തടവുകാരെയൊക്കെ വിട്ട കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് നക്സലൈറ്റുകാരായ തടവുപുള്ളികളായ 21 പേരെ പുറത്തുവിടാൻ ഓർഡർ ഇട്ടു. പക്ഷേ അന്ന് കേരളം ഭരിക്കുന്ന അച്യുത മേനോനും K. കരുണാകരനും ഒരു തീരുമാനമെടുത്തു. മൊറാർജി ദേശായി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ട് ഇവരെ പുറത്തുവിടാൻ തീരുമാനിച്ചു. എന്നിട്ട് ജയിലിൻ്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ പുതിയ കേസുണ്ടാക്കി പിടിച്ചകത്തിട്ടു. അങ്ങനെയുള്ള നല്ല ജനാധിപത്യ ധ്വംസനങ്ങൾ നടന്ന കാലമായിരുന്നു അടിയന്തരാവസ്ഥ കാലം കേരളത്തിൽ. അതിൻ്റെയൊക്കെ കഥ ഒരുപാടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു സിനിമ ചെയ്യാവുന്നതാണ്. P. ശ്രീകുമാറിൻ്റെ അനുജൻ ദിലീപ് എന്ന് പറഞ്ഞ നക്സൽ അനുഭാവിയായ അല്ലെങ്കിൽ പ്രവർത്തകനായ മനുഷ്യനെക്കുറിച്ച് ചെയ്യാം. അതൊന്നും ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല. എന്തായാലും P. ശ്രീകുമാറിൻ്റെ സംഭവ ബഹുലമായ ജീവിതത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ പറഞ്ഞുള്ളൂ. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എൻ്റെ പേരിൽ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഒരു ഊമക്കത്ത് ചെന്നു. ഞാൻ പലപ്പോഴും പറയുമല്ലോ, മലയാള സിനിമയിൽ ഒരു ഊമക്കത്ത് അയക്കുന്ന ഒരു തെമ്മാടിയുണ്ടെന്ന്. ആ ഊമക്കത്ത് ചെന്നോടെ തന്നെ ചെയർമാനായിരിക്കുന്ന P. ശ്രീകുമാർ ആ കത്ത് നോക്കി അത് പൊട്ടിച്ചു. സെക്രട്ടറിയുടെ ആണെങ്കിലും ചെയർമാൻ പൊട്ടിച്ച് വായിച്ചപ്പോൾ ഇതാണ് എഴുതിയിരിക്കുന്നത്: കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിറ്റ് തിന്നുന്ന മറ്റേ സഭ്യമല്ലാത്ത ഒരുപാട് ഭാഷകൾ ഉപയോഗിച്ചാണ് എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത്. ഇയാളെപ്പോലെ ഒരു തന്നെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ വയ്ക്കുന്നത് അപമാനമാണ് എന്നൊക്കെ പറയാൻ സെക്രട്ടറി. അപ്പോൾ സെക്രട്ടറി ഒരു സ്ത്രീയാണല്ലോ. അതുകൊണ്ട് ശ്രീകുമാരേട്ടൻ ഈ കത്ത് സെക്രട്ടറിക്ക് കൊടുത്തില്ല. പകരം ഒന്ന് ഓഫീസിലേക്ക് വന്നു പറഞ്ഞു. ഞാൻ ചെന്നോടെ ഈ കത്തെടുത്ത് എനിക്ക് വായിക്കാൻ തന്നിട്ട് പറഞ്ഞു, ഇത് മറ്റേ ആ നിയമത്തുള്ള തെമ്മാടിയില്ലേ, അവൻ അയച്ച കത്താ. ഇവനെയൊക്കെ വെച്ചോണ്ടാണ്ടാ നീയൊക്കെ ഫെഫ്കെ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കണമെന്നൊക്കെ പറഞ്ഞു കുറേ പറഞ്ഞു. ഇവനെയൊക്കെ ഫെഫ്കിൽ നിന്ന് പുറത്താക്കണ്ടേടാ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മയും എൻ്റെ അനുജനും മരിച്ചപ്പോഴെന്നെ സഹായിച്ച ആളാണ്. സാമ്പത്തികമായി ഒരുപാട് സ്നേഹം തന്ന ആളാണ്. പറയാനാണെങ്കിൽ ശ്രീകുമാരേട്ടനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞങ്ങൾ 3 വർഷക്കാലം സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ ആദ്യത്തെ 3 വർഷക്കാലം സന്തത സഹചാരിയായി എവിടെ പോകുമ്പോഴും ഞങ്ങൾ കെ ജി ജോർജിൻ്റെ ഭാര്യ സെൽമയുടെ അച്ഛൻ പാപ്പക്കുട്ടി ഭാഗവരെ ആദരിക്കാനായി 1 ലക്ഷം രൂപ നൽകി ആദരിക്കാനായി എറണാകുളത്തൊക്കെ പോയി തലേ ദിവസത്തെ താമസിച്ച് പിറ്റേ ദിവസം പോയി പള്ളുരുത്തി ചെന്ന് ഇതൊക്കെ കൊടുത്ത് അന്ന് അവിടെ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തിരിച്ചു വന്ന് അങ്ങനെയൊക്കെയുള്ള നല്ല ഓർമ്മകൾ എനിക്ക് ഒരുപാടുണ്ട്. കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണ സാറിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ഞാനും ശ്രീകുമാരേട്ടനും കൂടെയാണ് പോയത്. ഇങ്ങനെ ഒരുപാട് യാത്രകൾ. വിഴിഞ്ഞം തുറമുഖം കാണാൻ പോയി. അങ്ങോട്ട് പോണ വഴിക്ക് എന്തോ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് തെറ്റി. AK ബാലൻ്റെ ചില നിലപാടുകളോട് വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചപ്പോൾ നീ ആരെപ്പറ്റി പറയണ്ടെന്ന് വെച്ചുകൊണ്ട് ഫ്രണ്ട് ഇരുന്ന ശ്രീകുമാരേട്ടൻ ഉയർന്ന് തിരിഞ്ഞ് എന്നെ സംസാരിക്കാനായി തിരിഞ്ഞ് തല പോയി കാറിൻ്റെ മേളിലടിച്ച്. പിന്നെ കാണുന്നത് ശ്രീകുമാരേട്ടൻ വിറയ്ക്കുകയാണ് BP കൂടിയിട്ട്. തുറമുഖം കണ്ട ഒരു പുല്ലും കണ്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് പറഞ്ഞ് കാറ് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. ഇങ്ങനെ ഒരുപാട് എനിക്ക് ശ്രീകുമാരേട്ടനെ പറ്റി പറയാനുണ്ട്. എന്തായാലും അദ്ദേഹം എന്താ പറയുക, അസുഖബാധിതനായിരുന്നതിൽ നിന്നെല്ലാം മോചനം നേടി വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ശ്രീകുമാരേട്ടൻ, നിങ്ങളോട് എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ശ്രീകുമാരേട്ടൻ്റെ പ്രിയതമ അല്ലെങ്കിൽ പ്രിയ പത്നി ഒരു 50 ദിവസമെങ്കിലും എന്നോട് ഊണ് കഴിക്കും ദിനേശേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അയ്യോ വേണ്ട ചേച്ചി ഞാൻ കഴിക്കില്ല പറഞ്ഞു. ഞാൻ കഴിക്കാതെ ഊരിപ്പോരുകയാണ് ചെയ്യാറ്. അതിന് അടുത്തല്ലേ വീട്.
അങ്ങനെ എനിക്ക് ആഹാരം തരാമെന്ന് ഒരുപാട് പ്രാവശ്യം പറയുമ്പോഴും ഞാൻ ചേച്ചിയോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിറങ്ങി പോകുന്ന എന്നോട് ഒരു നേരത്തെ ഊണും 1500 രൂപ വേണമെങ്കിൽ ഞാൻ തരില്ലേടാ, നീ എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞതാണ് എന്നെ വേദനിപ്പിച്ചത്. കാരണം ജീവിതത്തിൽ കൊച്ചു കള്ളം പോലും പറയാത്ത എന്നോട് ശിവകുമാരേട്ടനെ പോലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയി. അതുകൊണ്ടാണ് എനിക്ക് ശിവകുമാരേട്ടനോട്, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോഴൊക്കെ അദ്ദേഹം മറന്നുപോയോന്ന് എനിക്കറിയില്ല, വെളുക്കുന്നത് വരെ കൂടെ നിന്നവനാണ് ഞാൻ. പിറ്റേ ദിവസം രാവിലെ അടക്കുള്ളൂ. ഏതെല്ലാം എവിടെയെല്ലാം ആരെയെല്ലാം വിളിച്ചു പറയണം എന്നുള്ളതെല്ലാം എന്നെയാണ് പറഞ്ഞത്. ദിനേശ് ഇതെല്ലാം ഒന്ന് അറിയിച്ചേക്കണേ. ഓരോ സിനിമാക്കാർ വരുമ്പോഴും റിസീവ് ചെയ്ത് അകത്തുകൊണ്ട് അമ്മയെ കാണിച്ചത് ഞാനായിരുന്നു. എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് ഞാനിവിടെ. അതുപോലെ തന്നെ എൻ്റെ അമ്മ മരിച്ചപ്പോഴും എൻ്റെ അനുജൻ മരിച്ചപ്പോഴും വരുമെന്ന് വിചാരിച്ചവർ വരാതിരുന്നപ്പോൾ പോലും ശിവകുമാരേട്ടൻ ഒരു കുടുംബനാഥനെ പോലെ, എൻ്റെ ജ്യേഷ്ഠനെ പോലെ നിന്ന ആളാണ്. ഞാനൊരിക്കലും ജീവിതത്തിൽ അത് മറക്കില്ല. എന്നെ ഞാൻ കള്ളം പറഞ്ഞ് 1500 രൂപയ്ക്കും ഒരു ഊണിനും വേണ്ടി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവകുമാരേട്ടനായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചത്. എന്നാലും ഒരു ദിവസം ശിവകുമാരേട്ടനെ പറ്റി ഓർക്കാത്ത ഒരു ദിവസവുമില്ല. ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ രോഗവിവരവും രോഗശാന്തി നേടിയ വിവരവും ഒക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ. അദ്ദേഹം എനിക്ക് തോന്നുന്നു പുതിയ ഏതൊക്കെയോ പടം, എന്നെ ഇതിനിടയ്ക്ക് ദുബായിൽ നിന്ന് MA നിഷാദ് വിളിച്ചു. നിഷാദ് പറഞ്ഞു, ദിനേശേ ശിവകുമാരേട്ടൻ നിങ്ങളുമായിട്ടുള്ള പിണക്കം തീർക്കണം കേട്ടോ. ഞാൻ അടുത്ത് ചെയ്യുന്ന സിനിമയിൽ ശിവകുമാരേട്ടനൊരു വലിയ വേഷമുണ്ട്, ഏപ്രിലിൽ തുടങ്ങും. അപ്പോൾ ആ പടത്തിൻ്റെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഞാനും നിങ്ങളുമായിട്ട് പോകുന്നുണ്ട്, നിങ്ങൾ വരണം. ഞാൻ വരാം എന്ന് പറയും. എന്നെ കാണുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് അടിക്കും, എന്നാലും ഞാൻ വരാം എന്ന് പറയും. പക്ഷേ നിഷാദ് എന്നെ വിളിച്ചില്ല. ഇങ്ങനെ എൻ്റെ പരിചയക്കാരും ശിവകുമാരേട്ടൻ്റെ പരിചയക്കാരും ഒക്കെ എന്നോട് പറയാറുണ്ട്, ശിവകുമാറല്ലേ ദിനേശെ പറഞ്ഞു വിട്ടയക്കുന്നു. പക്ഷേ എനിക്കെന്തുകൊണ്ടോ ഒരു നേരത്തെ ആഹാരത്തിനും 1500 രൂപയ്ക്ക് വേണ്ടി ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറയും. അതും അദ്ദേഹത്തിൻ്റെ നിഴലായി നടക്കുന്നവനാണ് എന്നെ വിളിച്ച് പറയുന്നത്. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പോലെ ഞങ്ങൾ രാജിവെക്കും, ശിവകുമാരൻ്റെ ഏകാധിപത്യം ഞങ്ങൾ അംഗീകരിക്കില്ല, അതുകൊണ്ട് ഞാനും വേറൊരു ജില്ലാക്കാരനായ ഒരാളും രാജിവെക്കുമെന്ന് എന്നോട് ഭീഷണി മുഴക്കിയ ആൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ എർത്താറ്റ് കൂടെ നടക്കുകയും അതിൽ നിന്ന് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിനോ ശിവകുമാരേട്ടനോ ദോഷം വരാതിരിക്കാൻ വേണ്ടി സംസാരിച്ച ഞാൻ പ്രതിയാവുകയും ചെയ്ത ഇപ്പോഴത്തെ കാലം അങ്ങനെയാണെന്നേ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ശിവകുമാരേട്ടൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.